ഇന്നത്തേത് തികച്ചും വ്യത്യസ്തമായ ഒരു വിഷയമാണ് ഡാർക്ക് സൈക്കോളജി. ഡാർക്ക് സൈക്കോളജി കുറച്ചു പേരെങ്കിലും ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാകാം. വളരെ വ്യത്യസ്തമായിട്ടുള്ള വിഷയമാണ് എന്ന് പറയാൻ ചില കാരണങ്ങളുണ്ട്. മാത്രമല്ല, നമ്മുടെ പോസ്റ്ററിൽ 18+ എന്ന് ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടുമുണ്ട്. അതിന് ചില കാരണങ്ങളുണ്ട്, അതിലേക്ക് പിന്നാലെ വരാം കേട്ടോ. നമുക്ക് കഴിയുന്നതിന് മുമ്പ് അത് പറയാം. അപ്പൊ എന്താണ് ഡാർക്ക് സൈക്കോളജി നോക്കാം. സൈക്കോളജി നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാകും അല്ലെ? സൈക്കോളജി എന്നുള്ള വാക്ക് കേൾക്കാത്തവര് അധികമാരും ഉണ്ടാവില്ല. എന്താണ് എന്ന് ഏറെക്കുറെ അറിയുകയും ചെയ്യാം. പക്ഷെ വളരെ ലളിതമായിട്ട് പറഞ്ഞാൽ സൈക്കോളജി എന്ന് പറയുന്നത് മനുഷ്യന്റെ മാനസിക ആരോഗ്യത്തെ മെച്ചപ്പെടുത്താനും അതുപോലെ തന്നെ പെരുമാറ്റങ്ങളെ മനസ്സിലാക്കാനും അതിൽ ഏതെങ്കിലും വിധത്തിലുള്ള തിരുത്തലുകളോ കൂട്ടിച്ചേർക്കലുകളോ ഒക്കെ വേണ്ടതുണ്ടെങ്കിൽ ചെയ്യാനുമെല്ലാം സൈക്കോളജി എന്ന് പറയുന്ന ആ വിഷയത്തിലൂടെ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട സമീപന രീതികളിലൂടെ സാധിക്കും. ഇതാണ് സ്വാഭാവികமான സാധാരണഗതിയിൽ സൈക്കോളജി എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാം, അതൊരു വളരെ വലിയ ചികിത്സാ മാർഗമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ എല്ലാ മേഖലകളിലും ഉപയോഗിക്കുന്നുണ്ട്, സകല മേഖലകളിലും ഉപയോഗിക്കുന്നുണ്ട് സൈക്കോളജി. ഡാർക്ക് സൈക്കോളജി എന്ന് പറയുന്നത് മനുഷ്യരുടെ ബലഹീനതകളും അതുപോലെ വികാരങ്ങളും ഒക്കെ ഉപയോഗപ്പെടുത്തി മാനസികമായിട്ടുള്ള ചില സവിശേഷതകളെ കൃത്യമായിട്ട് കണ്ടറിഞ്ഞ് വേണ്ട ഇടങ്ങളിൽ ഉപയോഗപ്പെടുത്തിയിട്ട് അവരെ തന്ത്രപൂർവം സ്വാധീനിക്കാനും നിയന്ത്രിക്കാന് അതുപോലെ തന്നെ അതിലൂടെ അവരവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തുന്ന ഒരു മേഖലയാണ്, അല്ലെങ്കിൽ സൈക്കോളജിയുടെ മറ്റൊരു വശമാണ് ഡാർക്ക് സൈക്കോളജി എന്ന് പറയുന്നത്. മനസ്സിലായോ? അതായത് നമുക്കെല്ലാം ബലഹീനതകളുണ്ട്, നമ്മുടെ മനസ്സിന്റെ ചില ബലഹീനതകളുണ്ട്, ചില സവിശേഷതകളുണ്ട്. ഇതിനെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് അതിനെ തന്ത്രപൂർവ്വം ഉപയോഗിച്ചാൽ ഒരു പക്ഷേ നമ്മൾ പ്രതീക്ഷിക്കാത്ത പലയിടങ്ങളിലും അതിനെ ഉപയോഗപ്പെടുത്താൻ സാധിക്കും. അത് എന്തൊക്കെയാണ് എന്നുള്ളത് പിന്നാലെ വരാം. നമ്മൾ അറിഞ്ഞും അറിയാതെയും ഒത്തിരി മേഖലകളിൽ ഇത് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അത് പോകുന്ന വഴിക്ക് നിങ്ങൾക്ക് മനസ്സിലാവും. മാർക്കറ്റിങ്ങിൽ വളരെ ഗംഭീരമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, അതിഗംഭീരമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ ഏതോ ഒരു ക്ലാസ്സിലൊന്ന് സൂചിപ്പിച്ചിരുന്നു എന്ന് തോന്നുന്നു. നിങ്ങൾ കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ വാങ്ങിയ സാധനങ്ങളിൽ, പ്രത്യേകിച്ച് ഓൺലൈൻ പർച്ചേസ് ആണെങ്കിൽ വാങ്ങിയ സാധനങ്ങളിൽ എത്ര ശതമാനം നിങ്ങളിപ്പോൾ ഉപയോഗിക്കുന്നുണ്ട്, കൃത്യമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്? ഒന്ന്. രണ്ട്, ഒരുപക്ഷെ പാക്കറ്റ് പോലും പൊട്ടിക്കാതെ മാറ്റി വെച്ചിരിക്കുന്ന സാധനങ്ങൾ ഉണ്ടാകും. ഇനി അതല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് മാറ്റി വെച്ചിരിക്കുന്ന സാധനങ്ങൾ ഉണ്ടാകും. ഇനി അതിലപ്പുറം ഒന്നോ രണ്ടോ പ്രാവശ്യം മാത്രം ഉപയോഗിച്ചിട്ട് മാറ്റി വെച്ചിരിക്കുന്ന ധാരാളം സാധനങ്ങൾ ഉണ്ടാകും. മനസ്സിലായോ? ഉണ്ടോ അങ്ങനെ? നിങ്ങളൊന്ന് റെസ്പോണ്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ ഭംഗിയായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകാം. ഞാൻ ഈ പറഞ്ഞ കാറ്റഗറിയിലുള്ള സാധനങ്ങളുണ്ടോ? വാങ്ങിയിട്ട് ചിലപ്പോൾ ഓപ്പൺ ചെയ്യാത്ത, അല്ലെങ്കിൽ ജസ്റ്റ് ഓപ്പൺ ചെയ്തൊന്ന് നോക്കിയിട്ട് മാറ്റി വെച്ചിരിക്കുന്ന, ഇനി അതല്ലെങ്കിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം മാത്രം ഉപയോഗിച്ച് മാറ്റി വെച്ചിരിക്കുന്ന സാധനങ്ങളുണ്ടോ? ഉണ്ട്. ഒന്ന് റെസ്പോണ്ട് ചെയ്യൂ. എത്രത്തോളം പേർക്കുണ്ട്? ഉണ്ട്, ഒത്തിരി പേർക്കുണ്ട് അല്ലെ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാനൊന്ന് ചോദിക്കട്ടെ, നിങ്ങൾ വാങ്ങിയിട്ട് ഓപ്പൺ ചെയ്തിട്ടില്ല എങ്കിൽ, അല്ലെങ്കിൽ ജസ്റ്റ് ഓപ്പൺ ചെയ്തൊന്ന് നോക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം മാത്രം ഉപയോഗിച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം എന്താ? ശരിക്കും ആ സാധനം നിങ്ങൾക്ക് വേണ്ടതായിരുന്നോ? അല്ലെങ്കിൽ അത്യാവശ്യം പോയിട്ട് ആവശ്യമെങ്കിലും ഉള്ളതായിരുന്നു? അത്യാവശ്യം പോട്ടെ, അത്യാവശ്യം ഉള്ളതല്ല നമുക്ക് മനസ്സിലായി. ആവശ്യമെങ്കിലും ഉള്ളതായിരുന്നോ ഈ പറഞ്ഞ സാധനങ്ങൾ? ആയിരുന്നോ? പറയ്. ഇല്ല. പിന്നെ എന്തിനു വാങ്ങി? അവിടെയാണ് ചോദ്യം. ഇനി നിങ്ങൾ വാങ്ങിയതാണോ അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് വാങ്ങിപ്പിച്ചതാണോ? വാങ്ങിയതാണോ? വാങ്ങിയതാണ് അല്ലെ? വാങ്ങിയതല്ല, വാങ്ങിപ്പിച്ചത്. നിങ്ങൾ വാങ്ങിയതാണെങ്കിൽ, ഒരു ആവശ്യത്തിന്റെ മുകളിൽ നിങ്ങൾ വാങ്ങിയതായിരുന്നുവെങ്കിൽ കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തുമായിരുന്നു. ഇത് അങ്ങനെയല്ല. അതിനർത്ഥം നിങ്ങൾ വാങ്ങിയതല്ല, മറിച്ച് നിങ്ങളെ കൊണ്ട് വാങ്ങിപ്പിച്ചതാണ്. അതാണ് എൻ്റെ കാരണം. അപ്പോൾ അതിൻ്റെ പിന്നിൽ, അങ്ങനെ വാങ്ങിപ്പിച്ചതിൻ്റെ പിന്നിൽ നമ്മൾ ഇനി മനസ്സിലാക്കാൻ പോകുന്ന ചില സൈക്കോളജിക്കൽ ട്രിക്കുകളുണ്ട്, തന്ത്രങ്ങളുണ്ട്. തന്ത്രങ്ങൾ എന്ന് തന്നെ പറയാം. ഈ വിധത്തിലുള്ള ചില തന്ത്രങ്ങളുണ്ട്. അതാ ഞാൻ പറയുന്നത്, ഇത് എല്ലാ മേഖലകളിലും ഉപയോഗിക്കുന്നതാണ് എന്നുള്ളത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ വിധത്തിലുള്ള തന്ത്രങ്ങളുണ്ട്.
മനഃശാസ്ത്രത്തിന്റെ ഗൂഢമായിട്ടുള്ള ഒരു വശമാണ്. അതുകൊണ്ട് തന്നെയാണ് മുഖ്യധാരയിൽ ഇത്തരം കാര്യങ്ങളെ കുറിച്ചിട്ട് കാര്യമായിട്ടുള്ള ചർച്ചകളൊന്നും ഉണ്ടാകാത്തത്. അപ്പോൾ അങ്ങനെയാണ് എങ്കിൽ എന്തിനാണ് നമ്മൾ ഇത് പഠിക്കുന്നത്? നമ്മൾ എന്തിനാണ് ഇത് മനസ്സിലാക്കുന്നത്? ഇപ്പൊ ഒരു കാര്യം ചോദിക്കട്ടെ. നിങ്ങൾ ഒരു ബ്രോഷർ കാണുകയാണ്, അല്ലെങ്കിൽ ഇതുപോലെ വെബിനാറിന്റെ ഒരു ഇൻവിറ്റേഷൻ കാണുകയാണ്. അതിന്റെ ബ്രോഷറിൽ ഡിസ്ക്രിപ്ഷനിൽ കാണുന്നു, നിങ്ങൾക്ക് മോഷണം പഠിപ്പിച്ചു തരും. നമ്മൾ 1.5 മണിക്കൂർ വെബിനാറിലൂടെ മോഷണം പഠിക്കുന്നു. ഇങ്ങനെ ഒരു ഇൻവിറ്റേഷൻ കിട്ടിയെന്നിരിക്കട്ടെ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അറിയിപ്പ് കിട്ടിയെന്നിരിക്കട്ടെ. നിങ്ങളിൽ എത്ര പേര് അതിൽ പങ്കെടുക്കാം? അത് കാണുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സുകൊണ്ട് പറയും, അല്ലെങ്കിൽ തൊട്ടടുത്തിരിക്കുന്ന ആളോട് പറയും, ഏയ് ഞാനതിന് പോകുന്നില്ല, എനിക്കതിന്റെ ആവശ്യമില്ല, എനിക്കാരെയും പറ്റിക്കേണ്ട ആവശ്യമില്ല, ഇല്ലേ? അതെ, തീർച്ചയായിട്ടും. അപ്പോ ആക്ച്വലി ഡാർക്ക് സൈക്കോളജി എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന വിധത്തിലുള്ള മോഷണ തന്ത്രങ്ങൾ തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷെ അത് ഭൗതികമായിട്ടുള്ള മോഷണമല്ല, മറിച്ച് മാനസിക തലത്തിലുള്ള മോഷണം. ഒരു വ്യക്തിയുടെ മനസ്സിനെ ചില സാഹചര്യങ്ങളിൽ അവർ പോലും അറിയാതെ സ്വാധീനിക്കാനും അതിലൂടെ നമുക്ക് അനുകൂലമായ വിധത്തിൽ തീരുമാനങ്ങൾ എടുപ്പിക്കുവാനും അവരെ കൊണ്ട് പെരുമാറുവാനും ഒക്കെയുള്ള തന്ത്രങ്ങളാണ് ഇവിടെ മനസ്സിലാക്കുന്നത്. അതാണ് ഞാൻ ചോദിക്കുന്നത്, എന്തിനാണ് നമ്മളിത് പഠിക്കുന്നത്, നമ്മൾ മനസ്സിലാക്കുന്നത്? നമ്മളിത് മനസ്സിലാക്കുന്നതിന്റെ കാരണം, നമ്മൾ ഇത് മനസ്സിലാക്കിയാലും ശരി, നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിലും ശരി, ഇങ്ങനൊരു വസ്തുത ഉണ്ട്, അതൊരു യാഥാർത്ഥ്യമാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കിയാലുള്ള ഗുണം എന്താന്ന് പറഞ്ഞാൽ, നമുക്ക് ചില മുൻകരുതലുകൾ എടുക്കാം. മുൻകരുതലുകൾ എടുത്താൽ ഈ വിധത്തിലുള്ള തന്ത്രങ്ങളിൽ നിന്ന് വ്യക്തികൾ നമ്മളെടുത്ത് ഇതുപോലെയുള്ള തന്ത്രങ്ങളുമായിട്ട് വന്നാൽ അതിൽ നിന്ന് നമുക്ക് പുറത്തേക്ക് വരാൻ പറ്റും, നമുക്ക് രക്ഷപ്പെടാൻ പറ്റും, അത്തരം വലകളിൽ പോയിട്ട് കുടുങ്ങാതിരിക്കാൻ സാധിക്കും. ഇതാണ് എൻ്റെ പ്രധാനപ്പെട്ട കാരണം. പ്രതിരോധിക്കാൻ സാധിക്കും, ഇതാണ് എൻ്റെ പ്രധാനപ്പെട്ട കാരണം. കുറച്ചു കാലം മുമ്പ്, കുറച്ച് അധികകാലമൊന്നും ആയില്ലാന്ന് തോന്നുന്നു, തസ്കരൻ മണിയൻപിള്ള എന്ന് പറഞ്ഞ ഒരാളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അദ്ദേഹം ഒരു പഴയ മോഷ്ടാവാണ്, ഇപ്പൊ അല്ലാന്ന് തോന്നുന്നു. കേട്ടിട്ടുണ്ടോ? എത്ര പേര് കേട്ടിട്ടുണ്ടോന്ന് കമന്റ് ചെയ്യ്. കേട്ടിട്ടില്ല. തസ്കരൻ മണിയൻപിള്ള എന്ന് പറയുന്നത് ഒരു മോഷ്ടാവാണ്. അദ്ദേഹം ഇപ്പോ മോഷണമൊക്കെ നിർത്തിയെന്ന് തോന്നുന്നു. എന്നിട്ട് അദ്ദേഹം ഒരു പുസ്തകം എഴുതി, അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ പറഞ്ഞിട്ട് പുസ്തകം എഴുതി. അദ്ദേഹത്തിന്റെ കുറെ ഇന്റർവ്യൂകളൊക്കെ ഉണ്ട്, സഫാരി ടിവിയിലും അങ്ങനെ എവിടേക്കോ DC ബുക്സിന്റെ ഒക്കെ ചാനലിലുണ്ടെന്ന് തോന്നുന്നു. കുറെ ഇന്റർവ്യൂകളുണ്ട്. അപ്പൊ അതിലൊക്കെ അദ്ദേഹം ചില മോഷണ തന്ത്രങ്ങൾ വെളിപ്പെടുത്തുന്നുണ്ട്. അദ്ദേഹം എങ്ങനെയാണ് മോഷ്ടിച്ചിരിക്കുന്നത്, അതിനുപയോഗിച്ചിരിക്കുന്ന സമീപന രീതികൾ എന്തെല്ലാമാണ്, ഇതെല്ലാം വെളിപ്പെടുത്തുന്നുണ്ട്. അപ്പൊ ഇതൊരു സാധാരണ വ്യക്തി മനസ്സിലാക്കുന്നതിലൂടെ, അദ്ദേഹം ഇത് കേട്ടിട്ട്, നമ്മളെ പോലൊരു വ്യക്തി ഇത് കേട്ടിട്ട് മോഷ്ടിക്കാൻ ഇറങ്ങുകയല്ല ചെയ്യുന്നത്, മറിച്ച് നമുക്ക് പ്രതിരോധിക്കാൻ സാധിക്കും. അദ്ദേഹം പറഞ്ഞതനുസരിച്ച്, അദ്ദേഹത്തിന്റെ ഒരു ഇന്റർവ്യൂ ഞാൻ കേട്ടതിൽ ഞാൻ മനസ്സിലാക്കിയത് എന്താന്ന് പറഞ്ഞാൽ, മിക്കവാറും മോഷ്ടാക്കളെല്ലാം വീടുകളുടെ ഫ്രണ്ട് ഡോർ ഓപ്പൺ ചെയ്തിട്ടല്ല ഉള്ളിലേക്ക് കടക്കുന്നത്. അതിന്റെ കാരണം എന്താണെന്ന് അറിയാമോ? അറിയില്ല? അറിയാം. എന്താണ്? ഫ്രണ്ട് വാതിലിന്റെ അത്ര സേഫ്റ്റി ഇല്ല ബാക്ക് വാതിലിന്. ഫ്രണ്ട് വാതിലിന്റെ കാര്യം ഞാൻ ചോദിച്ചത്. ഫ്രണ്ട് വാതിലിലൂടെ കടക്കാത്തതിന്റെ താരതമ്യേന ഫ്രണ്ട് വാതില് താരതമ്യേന പവർഫുള്ളായി സ്ട്രോങ് ആയിരിക്കും, അല്ലെ? സ്ട്രോങ് ആയിരിക്കും. മാത്രമല്ല, ചില വീടുകളിൽ നായക്ക് കെട്ടിയിരിക്കുന്നത് ഫ്രണ്ടിലായിരിക്കും, ഫ്രണ്ട് വാതിലിന്റെ അടുത്തായിരിക്കും, ശരിയല്ലേ? പക്ഷേ ഫ്രണ്ടിലൊക്കെ എത്രമാത്രം ഗംഭീരമായിട്ടുള്ള, എത്രമാത്രം പവർഫുൾ ആയിട്ടുള്ള വാതിലാണെങ്കിലും താരതമ്യേന പിൻഭാഗത്തെ വാതിലുകള് വീക്കായിരിക്കും. താരതമ്യേന ബലക്ഷയം സംഭവിച്ചത് കുറെ താരതമ്യേന വീക്കായിരിക്കും. കറക്റ്റ് എനിക്ക് വാക്കുകൾ സ്ട്രോങ് അല്ല, അതന്നെ, താരതമ്യേന സ്ട്രോങ് ആയിരിക്കില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് അത് തുറക്കാൻ എളുപ്പമാണ്. അതുപോലെ തന്നെ ജനാലകളുടെ ചെറിയ കമ്പികൾ വളച്ചിട്ട് ഒക്കെയാണ് ഉള്ളിലേക്ക് കയറുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, ആ ഇന്റർവ്യൂ കാണുന്ന നമ്മളെ പോലെയുള്ള ഒരു സാധാരണ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒന്നുകിൽ രണ്ട് കാര്യങ്ങൾ ചെയ്യാം. ഒന്നുകിൽ നമ്മൾ പുതുതായിട്ടൊരു വീട് പണിയുമ്പോൾ അത്തരം കാര്യങ്ങൾ നമുക്ക് കൂടുതൽ ശ്രദ്ധിക്കാൻ സാധിക്കും. ഇനി അല്ലെങ്കിൽ ഉള്ള വീടിന്റെ ഇത്തരം കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ഒന്നുകൂടി ബലപ്പെടുത്താൻ സാധിക്കും. അങ്ങനെ സാധിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന വിധത്തിൽ ഉണ്ടായേക്കാവുന്ന മോഷണ ശ്രമങ്ങളെ നമുക്ക് ചെറുക്കാൻ പറ്റും.
ഇതാണ് ഒരു സാധാരണ വ്യക്തിക്കുള്ള ഗുണം. അതല്ലാതെ ഇദ്ദേഹത്തിന്റെ ഈ ഇന്റർവ്യൂ കണ്ടിട്ട് നേരെ അടുത്ത ദിവസം തന്നെ കട്ടപ്പാരി എടുത്തിട്ട് മോഷ്ടിക്കാൻ ഇറങ്ങുന്നൊന്നും അല്ല ചെയ്യുന്നത്. പക്ഷെ ഈ വിധത്തില് നമുക്ക് വളരെ ഭംഗിയായിട്ട് ഉപയോഗപ്പെടുത്താൻ പറ്റും. ഡാർക്ക് സൈക്കോളജി എന്ന് പറയുന്ന ഈ വിഷയം മനസ്സിലാക്കുന്നത് കൊണ്ടുള്ള ഗുണവും അതൊക്കെ തന്നെയാണ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ എപ്പോഴെങ്കിലും വേറൊരാളുടെ ഒരു നിർബന്ധത്തിന് വഴങ്ങിയിട്ട് ഒരു കാര്യം ചെയ്ത് പിന്നീട് അത് പശ്ചാത്തപിച്ചിട്ടുണ്ടോ? അത് വേണ്ടിയില്ലായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ? ഉണ്ട് അങ്ങനെ സർ. എന്തെങ്കിലും മിക്കവാറും അതിനുള്ള കാരണം എന്ന് പറയുന്നത് ഉണ്ട്. അയാൾ നിങ്ങളെ ആദ്യം ഒന്ന് പുകഴ്ത്തി സംസാരിക്കും. ചിലപ്പോൾ അദ്ദേഹം പറയും, ഈ ഓഫീസിൽ എന്നെ മനസ്സിലാക്കാൻ സാറിന് മാത്രമേ പറ്റുള്ളൂ, അല്ലെങ്കിൽ മാഡത്തിന് മാത്രമേ പറ്റുള്ളൂ, വേറെ ആർക്കും എന്നെ മനസ്സിലാക്കാൻ പറ്റില്ല, ഒക്കെ ദുഷ്ടന്മാരാന്നേ, ഇത്തിരിയെങ്കിലും മനുഷ്യപ്പറ്റുള്ളത് നിങ്ങൾ മാത്രമേ, ഇത്തിരിയെങ്കിലും മനുഷ്യപ്പറ്റുള്ളത് സാറാണ് അല്ലെങ്കിൽ മാഡമാണ്, മാഡത്തിന് എന്നെ മനസ്സിലാക്കാൻ പറ്റും. മനസ്സിലാവുന്നുണ്ടോ? ചിലപ്പോൾ നിങ്ങൾ ഒരു ലോണിന് ജാമ്യം നിന്നിട്ടുണ്ടാകും, അല്ലെങ്കിൽ വേറൊരു കാര്യം ചെയ്തു കൊടുത്തിട്ടുണ്ടാകും. ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നീട് നിങ്ങൾ വിചാരിക്കും, അയ്യോ പറ്റിപ്പോയല്ലോ, അയാൾ ലോൺ അടച്ചിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ നിങ്ങൾ ഇതിലൂടെ വലിയൊരു കെണിയിൽ പോയി വീണിട്ടുണ്ടാകും. സംഭവിച്ചിട്ടുണ്ടോ? അതെ. സംഭവിച്ചിട്ടുണ്ട്. എത്ര പേർക്ക് സംഭവിച്ചിട്ടുണ്ടോ? ഒന്ന് കമന്റ് ചെയ്യാമോ? ഒന്ന് കാണാൻ വേണ്ടിയിട്ടാ, അറിയാൻ വേണ്ടിയിട്ടാ. ഇതൊക്കെ ഉള്ളത് തന്നെയാണോ അതോ തിയറി മാത്രമാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാ. ശരിയാണ് സാർ. ശരിയാണ്. ഓക്കെ, ധാരാളമുണ്ട്. വെരി ഗുഡ്. അപ്പൊ ഇവിടെ വാസ്തവത്തിൽ അവര് ചെയ്തിരിക്കുന്നത്, നമ്മളിനി മനസ്സിലാക്കാൻ പോകുന്ന ചില സമീപന രീതികൾ, മനഃശാസ്ത്ര സമീപന രീതികൾ കൃത്യമായിട്ട് നിങ്ങളിൽ ഉപയോഗപ്പെടുത്തി. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാനൊന്ന് ചോദിക്കട്ടെ, അവരെവിടുന്ന അത് പഠിച്ചിരിക്കുന്നത്? എവിടുന്ന പഠിച്ചിരിക്കുന്നത്? വാസ്തവത്തിൽ ഇത് പഠിച്ചിരിക്കുന്നതല്ല. ശാസ്ത്രീയമായിട്ട് പഠിക്കാം, അത് മറ്റൊരു കാര്യം. ഇത് പഠിച്ചാലും പഠിച്ചില്ലെങ്കിലും നമ്മളിലൊക്കെ ഇങ്ങനെ ചില കാര്യങ്ങൾ അന്തർലീനമായിട്ടുണ്ട്. മറ്റൊരു ഉദാഹരണം പറഞ്ഞു തരാം. ഒരു 3 വയസ്സോ 4 വയസ്സോ അല്ലെങ്കിൽ 5 വയസ്സോ ഉള്ള ഒരു കുഞ്ഞിന്റെ കാര്യം എടുക്കുക. അവൻ വീട്ടിലിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പുറത്തൂടെ ഐസ്ക്രീമിന്റെ വണ്ടി പോവാണ്. ഇപ്പൊ അതൊക്കെ ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ. പുറത്തൂടെ ഐസ്ക്രീമിന്റെ വണ്ടി ഇങ്ങനെ പോവാണ്. അവനറിയാം, അമ്മയോട് അല്ലെങ്കിൽ അച്ഛനോട് വന്നിട്ട് അമ്മയെ ഒരു ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞാൽ അമ്മ പറയും, കഴിഞ്ഞ ആഴ്ച ഐസ്ക്രീം മേടിച്ചു തന്നതാണ്, കഴിഞ്ഞ ആഴ്ച അല്ലെങ്കിൽ കോൾഡ് വന്നതാണ്, ഇപ്പോഴും കോൾഡ് ഉണ്ട്, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയും. അപ്പൊ ബുദ്ധിയുള്ള കുട്ടികളാണെങ്കിൽ അവരെന്ത് ചെയ്യും പറയാമോ? ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് പറയൂ, കേൾക്കട്ടെ. സോപ്പിടും. എങ്ങനെ? വന്നൊരു ഉം. പാമ്പറിങ് കാണിച്ചിട്ട് ആ ആ ആ ആ അല്ലേ? വന്ന് അമ്മയ്ക്കൊരു ഉമ്മയൊക്കെ കൊടുത്ത് ഒന്ന് സാരത്തുമ്പിലൊക്കെ തൂങ്ങി ഒന്ന് ഒന്ന് ഈ പറഞ്ഞ മാതിരി കാണിച്ചിട്ട് ഒരു അമ്മ ഒരു ഐസ്ക്രീം വാങ്ങിത്ത അമ്മയെന്നാ പറയുക. ശരിയല്ലേ? അമ്മ ഇതെല്ലാം മറന്നിട്ട് ഐസ്ക്രീം വാങ്ങിക്കൊടുക്കും കുട്ടിക്ക്. ഇനി ഐസ്ക്രീം, അപ്പൊ അമ്മ എന്താ വിചാരിക്കുന്നത്? ഓ, മകൻ അല്ലെങ്കിൽ മകൾക്ക് എന്നോട് ഭയങ്കര സ്നേഹമാണ്. സ്നേഹവും ഇഷ്ടമൊക്കെ ശരി തന്നെയാണ്, അതൊരു ഭാഗം. പക്ഷെ ഈ ഐസ്ക്രീം വാങ്ങി കൊടുത്തു കഴിഞ്ഞിട്ട് ചോദിക്കണം, അതിലൊന്നും ഒരു സ്പൂൺ അമ്മയ്ക്ക് കൂടി തരുമോ എന്ന് ചോദിച്ചാലോ? സാധാരണഗതിയിൽ എന്താ സംഭവിക്കുക? കൊടുക്കുന്ന കുട്ടികൾ ഉണ്ടാവും കേട്ടോ, ധാരാളം. എങ്കിലും ഞാൻ പറയാ, നോർമലി എന്താ സംഭവിക്കുക? റെസിസ്റ്റൻസ് കാണിക്കും. ഒരു തുള്ളി കിട്ടാൻ ഇച്ചിരി പാട് തന്നെയായിരിക്കും, അല്ലേ? അപ്പൊ അതിന് തൊട്ട് മുൻപ് ചെയ്ത വാസ്തവത്തിൽ എന്താ? മാനിപ്പുലേഷൻ അല്ലേ? തെറ്റിദ്ധരിപ്പിക്കലായിരുന്നില്ലേ? അതെ. അതെ. അപ്പൊ ഈ കുഞ്ഞ് എവിടുന്നാ പഠിച്ചത്? അതാണ് ഞാൻ പറഞ്ഞത്, ഇതെല്ലാം നമ്മളിലൊക്കെ അവിടെയും ഇവിടെയൊക്കെ അന്തർലീനമാണ്. ചിലരതിനെ വളരെ കൃത്യമായിട്ട് പിൻ പോയിന്റ് കൃത്യതയോടുകൂടി ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞു വരുന്നത്, വളരെ ഗംഭീരമായിട്ട്, അതിഗംഭീരമായിട്ട് ഉപയോഗപ്പെടുത്താമെന്നുള്ളത്. അതുപോലെ ഇനി ഞാൻ മറ്റൊരു കാര്യം പറഞ്ഞുതരാം. ചില ഫിലിമുകളിലൊക്കെ നായകനോ അല്ലെങ്കിൽ നായികയോ ഒക്കെ ഓൾമോസ്റ്റ് ഒരു ക്ലൈമാക്സ് സീനിന്റെ അടുത്തേക്ക് എത്തുമ്പോൾ ഇങ്ങനെ കരഞ്ഞു കലങ്ങിയ മുഖത്തോടു കൂടി 2 തേങ്ങലൊക്കെ അടിച്ച് കണ്ണീരൊക്കെ ഒലിപ്പിച്ചിട്ട് പറയും, ആരെയും വേദനിപ്പിച്ചിട്ട് എനിക്കൊന്നും നേടണ്ട. കേട്ടിട്ടില്ലേ ഈ ഡയലോഗ്? ഒരുപാട് സിനിമയിലുണ്ടെന്ന് തോന്നുന്നു, ആരെയും വേദനിപ്പിച്ചിട്ട് എനിക്കൊന്നും നേടണ്ട. കേട്ടിട്ടുണ്ടോ ഈ ഡയലോഗ് ഏതെങ്കിലും സിനിമകളിൽ? തമ്പോൾ ഈ ഡയലോഗ് കേട്ടപ്പോ നിങ്ങൾക്ക് ആ നായകനോട് അല്ലെങ്കിൽ നായികയോട് എന്താ തോന്നിയത്? സഹതാപം. സഹതാപം തോന്നി. ശരിയല്ലേ? അവരെന്താ പറഞ്ഞത്? ആരെയും വേദനിപ്പിച്ചിട്ട് എനിക്കൊന്നും നേടണ്ട, ഒന്നും ആവണ്ട. പക്ഷെ അതിനടുത്ത സീനിൽ എന്താ സംഭവിച്ചിട്ടുണ്ടാവുക?
സംഘടന എന്താണ് സംഘടന ഏ ഇതായിട്ട് കാണും. മനസ്സിലായില്ല? സംഘടന അവര് സംഘടന അവര് നേടുന്ന അടുത്ത സീനിൽ കാണുന്നത് എന്താന്ന് പറഞ്ഞാൽ അവരെന്താണോ ആരെയും വേദനിപ്പിച്ചിട്ട് എനിക്ക് നേടണ്ട, എനിക്ക് വേണ്ട എന്ന് പറഞ്ഞത്, അത് അടുത്ത സീനിൽ അവർ സംഭവിച്ചിട്ടുണ്ടാവും. അല്ലേ? മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? അതെ. അപ്പൊ അതിനുള്ള വാസ്തവത്തിൽ സപ്പോർട്ട് എന്താണ് അവർക്ക് കിട്ടും. സംഭവിച്ചത്? അതിനുള്ള സപ്പോർട്ട് അവർക്ക് കിട്ടും. യെസ്, എക്സാക്ട്ലി. അവരെന്താണോ അതിനുള്ള ഉദ്ദേശിച്ചത് സപ്പോർട്ട് അവർക്ക് കിട്ടും. അവരെ ഈ ഒരൊറ്റ ഡയലോഗിൽ അതുവരെ വാളെടുത്ത് നിൽക്കുന്നവനൊക്കെ വാള് താഴെയിടും. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മാനിപ്പുലേഷൻ അത്. ഇത്രയും കാലം അറിഞ്ഞിരുന്നില്ലല്ലോ. മനസ്സിലായോ? വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മാനിപ്പുലേഷൻ. നമ്മളിത് അറിയുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. ഇതാണ് ഞാൻ പറയുന്നത്. നമ്മുടെ ചുറ്റുപാടിലും ഇത് ധാരാളം സംഭവിക്കുന്നുണ്ട്. നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി എന്ന് പറയുന്ന ഒരു വിഭാഗം വ്യക്തികൾ തന്നെയുണ്ട്. വേണമെങ്കിൽ ഒരു മാനസികാവസ്ഥയെന്നോ മാനസിക അസ്വസ്ഥത എന്ന് ഞാൻ തൽക്കാലം പറയുന്നില്ല. നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി കേട്ടിട്ടുണ്ടോ നിങ്ങൾ? കേട്ടിട്ടുണ്ട് അല്ലേ? ചിലരെങ്കിലും അറിയായിരിക്കും. അപ്പോ ഈ വ്യക്തികള് ഈ വ്യക്തികളുടെ നിലപാടുകൾ, ആ വ്യക്തികളുടെ സമീപന രീതികള്, ഇതില് ഈ ഡാർക്ക് സൈക്കോളജിയുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് മറ്റു വ്യക്തികളെ അവരറിയാതെ സ്വാധീനിക്കുന്ന, അവരറിയാതെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന ധാരാളം തന്ത്രങ്ങളുണ്ട്. അതെനിക്ക് തോന്നുന്നു അവര് ആധികാരികമായിട്ട് പഠിച്ചതൊന്നും ആയിരിക്കില്ല. നമ്മൾ ഈ ജന്മസിദ്ധമായ എന്നൊക്കെ പറയുന്നില്ലേ, ഓൾമോസ്റ്റ് അങ്ങനെ തന്നെ കിട്ടിയിരിക്കുന്നതായിരിക്കും. ഞാൻ അതിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞു തരാം. എൻ്റെ ഒരു സുഹൃത്ത്, അദ്ദേഹത്തെ പരിചയപ്പെടുന്ന സമയത്ത് ഒരു പ്രത്യേക അവസ്ഥയിലാണ് പരിചയപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടെന്നല്ല, ഉണ്ടായിരുന്നു. ഞാൻ എന്നോട് സംസാരിക്കുന്ന സമയത്ത് അവർ തമ്മിൽ ഒരു അല്പം ഡിറ്റാച്ച്ഡ് ആണ്. അപ്പോൾ ഈ ഫ്രണ്ട് ഇദ്ദേഹത്തിൻ്റെ കുറേ സംഗതികളൊക്കെ അപഹരിച്ചു കഴിഞ്ഞു. കുറച്ച് പണം, വസ്തുവകകൾ, ഇതൊക്കെ അപഹരിച്ചു കഴിഞ്ഞു. അപ്പൊ അതിലേക്കുള്ള കാരണങ്ങളെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് പറഞ്ഞു, എന്നെ വളരെ വളരെ കെയറിങ് ആയിരുന്നു. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളിലാണ് കെയറിങ് എന്ന് ചോദിച്ച സമയത്ത് പറഞ്ഞു, ഒരു സമയത്ത് ഇദ്ദേഹത്തിന്റെ കുറച്ച് പ്രോപ്പർട്ടികള് ഇദ്ദേഹത്തിന്റെ പേരിലേക്ക്, ഈ സുഹൃത്തിന്റെ പേരിലേക്ക് രജിസ്റ്റർ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുകൾ വന്നു. അപ്പോൾ ഈ പറഞ്ഞ സുഹൃത്ത് ഓടി നടന്ന് ഇതെല്ലാം ശരിയാക്കി കൊടുത്തു. ഒരു പേപ്പർ അവിടെ നിന്ന് വാങ്ങി, ഒരു പേപ്പർ ഇവിടെ നിന്ന് വാങ്ങി, അവിടെ നിന്ന് വാങ്ങി, ഇവിടെ നിന്ന് വാങ്ങി, ഒക്കെ ശരിയാക്കി പേരിൽ രജിസ്റ്റർ ചെയ്ത് കൊടുത്തു. അപ്പൊ അതിന് അദ്ദേഹം, മറ്റേ ആൾ, ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്, അതൊക്കെ എനിക്ക് വേണ്ടിയിട്ട് ചെയ്തു തന്നതാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, ഇപ്പൊ ആ പ്രോപ്പർട്ടികൾ എവിടെയാണ്? ഇപ്പൊ ആ പ്രോപ്പർട്ടി മറ്റേ പുള്ളി തന്നെ ബാങ്കിൽ പണയം വെച്ചു, അത് ഓൾമോസ്റ്റ് പോയിരിക്കുന്ന അവസ്ഥയാ. മനസ്സിലായോ? അപ്പൊ വാസ്തവത്തിൽ അദ്ദേഹം എന്തിനാണ് അത് ചെയ്തിരിക്കുന്നത്? അയാൾക്ക് വേണ്ടിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് മാനിപ്പുലേറ്റ് ചെയ്തിരിക്കുന്നതാണ്. അയാൾക്ക് ലോൺ എടുക്കാൻ ഈ പറയുന്ന പ്രോപ്പർട്ടി ജാമ്യം വെക്കേണ്ട കാര്യമുണ്ട്. അപ്പൊ അതിനു വേണ്ടിയിട്ടാ ചെയ്തിരിക്കുന്നത്. പക്ഷെ ഈ സുഹൃത്ത് ഈ വൈകിയ വേളയിൽ പോലും അത് തിരിച്ചറിഞ്ഞിട്ടില്ല. അതാ ഞാൻ പറയുന്നത്, ഒരു വ്യക്തിയെ അദ്ദേഹം അറിയാതെ സ്വാധീനിക്കാനും അതിലൂടെ അവരവർക്ക് വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്താനുമൊക്കെ ഈ വിധത്തിലുള്ള മനഃശാസ്ത്ര സമീപന രീതികളിലൂടെ സാധിക്കും. ഇനി നമുക്ക് ഏകദേശം അത് എങ്ങനെയാണ് എന്ന് നോക്കാം. ഈ മാനേജ്മെന്റ് പ്രിൻസിപ്പിളിന്റെ ഒക്കെ കാര്യം പറയുന്ന സമയത്ത് ഓരോരോ വ്യക്തികളോട്, ഓരോരോ കാറ്റഗറി വ്യക്തികളോട് പെരുമാറേണ്ട സാമാന്യ രീതികളെ കുറിച്ച് പറയാറുണ്ട്. അത് പ്രത്യേകിച്ച് ചാണക്യ നീതിശാസ്ത്രത്തിലൊക്കെയാണ് അതിനെ കുറിച്ച് ആദ്യം പറഞ്ഞു തുടങ്ങിയത്. ഇപ്പൊ മാനേജ്മെന്റ് പുസ്തകങ്ങളിൽ പലതിലും ഉണ്ട്. അപ്പൊ അതില് പ്രധാനമായിട്ടും 4 വിഭാഗം ആളുകളെ കുറിച്ച് പറയുന്നുണ്ട്. അത്യാഗ്രഹിയെ കുറിച്ച് പറയുന്നുണ്ട്, അഹങ്കാരിയെ കുറിച്ച് പറയുന്നുണ്ട്, അതുപോലെ വിഡ്ഢിയെക്കുറിച്ചും ജ്ഞാനിയെക്കുറിച്ചും പറയുന്നുണ്ട്. ഈ 4 തരം ആൾക്കാരെ പൊതുവെ. അപ്പൊ ഇതില് അത്യാഗ്രഹിയാണ് നമ്മുടെ മുന്നിലുള്ളത് എങ്കിൽ പണത്തിന് മാത്രമാണ് അദ്ദേഹം മുൻതൂക്കം കൊടുക്കുന്നത്. അവിടെ മൂല്യങ്ങളോ മാനുഷികമായിട്ടുള്ള പരിഗണനയ്ക്കോ ഒന്നും കാര്യമായിട്ടുള്ള പ്രാധാന്യമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അത്യാഗ്രഹിയായിട്ടുള്ള ഒരു വ്യക്തിയെ മാനിപ്പുലേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ അദ്ദേഹത്തെ നമുക്ക് അനുകൂലമായിട്ട് നിർത്താൻ വേണ്ടി ചെയ്യാൻ പറ്റുന്നത് അദ്ദേഹത്തിന് ലാഭം വാഗ്ദാനം ചെയ്യുക എന്നുള്ളതാണ്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ലാഭം മാത്രമാണ് അദ്ദേഹത്തിന്റെ മുന്നിൽ വേണ്ടത്.
അവിടെ നേരത്തെ പറഞ്ഞ പോലെ മാനുഷിക മൂല്യങ്ങളോ മറ്റൊന്നുമില്ല, ലാഭം. അപ്പോൾ ആ വ്യക്തികൾക്ക് ലാഭം എന്ന് പറയുന്ന ഒരു കാര്യത്തെ മുന്നിൽ കാണിച്ചു കൊടുക്കാമെങ്കിൽ വഴിവിട്ടിട്ടുള്ള എന്ത് കാര്യങ്ങളും അദ്ദേഹം ചെയ്യും. അനുഭവം ഉണ്ടോ? ചുറ്റുപാടുകളെ നോക്കിയാൽ മതി, പത്രവാർത്ത തുടങ്ങിയ കാര്യങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ചുറ്റുപാടുകൾ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾക്ക് അറിയുന്നതിൽ ചില ആളുകൾ ഇങ്ങനെ ഉണ്ടാകും. അവർക്ക് മറ്റൊന്നും വേണ്ട, ലാഭം കിട്ടുമോ അവരെന്തും ചെയ്യും. ശരിയാണോ? ഉണ്ടോ? ഈ വിധത്തിൽ അറിയുന്ന ആൾക്കാരുണ്ടോ? ഏ അറിയാം. അറിയാം. ശരിയാണ്. ഓക്കെ. അവർക്ക് ലാഭം മാത്രം മതി. ലാഭം കിട്ടുന്ന ഒരു കാര്യമാണെങ്കിൽ മറ്റൊന്നും അവർക്ക് വിഷയമേ അല്ല. അതുപോലെ മറ്റൊരു കാറ്റഗറി ഉണ്ട്, അഹങ്കാരികളാണ് അവര്. അവർക്ക് മറ്റൊന്നും വേണ്ട, അവരെ ബഹുമാനിക്കുന്നതായിട്ടും അംഗീകരിക്കുന്നതായിട്ടും കാണിച്ചാൽ മാത്രം മതി. കാണിക്കുക മീൻസ് യഥാർത്ഥത്തിലുള്ള ബഹുമാനമോ യഥാർത്ഥത്തിലുള്ള അംഗീകാരമോ അല്ല കൊടുക്കുന്നത്, മാനിപ്പുലേഷൻ കൊടുത്താൽ മതി. അതിലൂടെ അവരുടെ ഈഗോയെ തൃപ്തിപ്പെടുത്താനും, അങ്ങനെ ഈഗോയെ തൃപ്തിപ്പെടുത്താൻ നമുക്ക് സാധിച്ചാൽ, അല്ലെങ്കിൽ തൃപ്തിപ്പെടുത്തുന്നത് പോലെ മാനിപ്പുലേറ്റ് ചെയ്യാൻ, അവരെ മനസ്സിലാക്കിക്കാൻ സാധിച്ചാൽ അവരെ നമ്മുടെ വഴിക്ക് കൊണ്ടുവരാൻ പറ്റും. ഇത് ചാണക്യ സൂത്രങ്ങൾ, ചാണക്യ നീതിശാസ്ത്രത്തിലൊക്കെ പറയുന്നതാണ്. മാനേജ്മെന്റ് പുസ്തകങ്ങളിലുമുണ്ട് ഇതിന്റെ കുറച്ചുകൂടി റിഫൈൻഡ് ആയിട്ടുള്ള വേർഷൻ എന്നുള്ളതേ ഉള്ളൂ. ഞാൻ പേരെടുത്ത് പറയുന്നില്ല, മറ്റൊന്നുമല്ല, എങ്കിലും ചില പൊളിറ്റീഷ്യൻസ് നിങ്ങളെടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും. ക്ലിയർ ആവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? നിങ്ങളൊന്ന് റെസ്പോണ്ട് ചെയ്യണം ഇടയ്ക്ക്. രണ്ട് കാര്യങ്ങളുകൊണ്ടാണ് റെസ്പോണ്ട് ചെയ്യണമെന്ന് പറഞ്ഞത്. ഒന്ന്, മനസ്സിലാകുന്നുണ്ടോ എന്ന് എനിക്കറിയണം. രണ്ട്, എത്രമാത്രം നമ്മുടെ സ്വാഭാവിക ജീവിതത്തിൽ ഇതെത്രമാത്രം നടക്കുന്ന. പൊളിറ്റീഷ്യൻസിനെ അറിയാം സർ. പൊളിറ്റീഷ്യൻ പേര് പറയണ്ടട്ടാ. ഗുഡ്. എന്റെ അച്ഛനൊരു പൊളിറ്റീഷ്യൻ ആയിരുന്നു, എനിക്കറിയാം നന്നായിട്ട്. ശരി. യെസ്. അവർക്ക് മറ്റൊന്നും വേണ്ട, അവരെ ഒന്ന് പൊക്കിയാൽ മതി അല്ലെ. അവർക്ക് ഈ 4 ഇതുണ്ട്. അല്ല, ഈ 4 ടൈപ്പ് ഉണ്ടാകും. ഈ 4 ടൈപ്പിനെ 4 വിധത്തിലാണ് ചെയ്യേണ്ടത്. അത് ഞാൻ പറയാം. ആദ്യത്തെ ടൈപ്പ് പറഞ്ഞു, അത്യാഗ്രഹി പറഞ്ഞു. അതുപോലെ തന്നെ രണ്ടാമത്തെ കാറ്റഗറിയും പറഞ്ഞു. അഹങ്കാരിയും പറഞ്ഞു. മണ്ടൻ എന്ന് പറഞ്ഞൊരു കാറ്റഗറി. ഹലോ, കേൾക്കാമോ? കേൾക്കാം, പറയൂ. സാറേ, എനിക്ക് തോന്നുന്നത് കുറച്ച് ബിസിനസ് മൈൻഡ് ഉള്ളവരായിരിക്കും. ഈ ബിസിനസ് എന്നുള്ള ഒരു മൈൻഡിൽ ഉള്ളവരായിരിക്കും സാറ് പറഞ്ഞ ഈ കാറ്റഗറി പെടുന്നവരധികം തോന്നുന്നു. ഏതാ? ഈ ലാഭം മാത്രം നോക്കുന്നതാണോ? ലാഭം മാത്രം നോക്കൂ, അങ്ങനെയല്ല. ഈ ബിസിനസ് കാറ്റഗറിയിൽ പെടുന്നത് കൊണ്ട് എല്ലാവരും അങ്ങനെയാണെന്നില്ല. നല്ല മൂല്യമുള്ള ആൾക്കാർ എല്ലായിടത്തും ഉണ്ട്. ഈ പറഞ്ഞ പൊളിറ്റീഷ്യൻസിലും നല്ല മൂല്യമുള്ള ആൾക്കാരുണ്ട്. നമ്മളിവിടെ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. നമ്മുടെ മുന്നിലുള്ള ആള് ഇതിൽ ഏത് കാറ്റഗറി ആണ് എന്ന് നമ്മളൊന്ന് തിരിച്ചറിയണം. ഏത് കാറ്റഗറി ആണെന്ന് തിരിച്ചറിയണം. സിമ്പിളായിട്ട് പറയാല്ലേ, ഒരു ലോക്ക് അത് എത്രമാത്രം സ്ട്രോങ് ആണെങ്കിലും ശരി, അതിന് ഉചിതമായിട്ടുള്ള ഒരൊറ്റ കീ ഉപയോഗിച്ചാൽ അത് നമുക്ക് ഓപ്പൺ ചെയ്ത് എടുക്കാൻ പറ്റും. പക്ഷെ തിരിച്ചറിയേണ്ടത് എന്താ? ആ ലോക്കിന് മാച്ച് ആവുന്ന കീ ഏതാണ് എന്ന് തിരിച്ചറിയേ വേണ്ടു. ആ കീ ഇട്ടാൽ അത് ഓപ്പൺ ആകും. അതങ്ങനെ തന്നെയാണ്. മനസ്സിന്റെ കാര്യവും അങ്ങനെ തന്നെയാണ്. അപ്പൊ നമ്മുടെ മുന്നിലുള്ള വ്യക്തി ഇതിൽ ഏത് കാറ്റഗറി ആണെന്ന് അറിയണം. മൂന്നാമത്തെ കാറ്റഗറി മണ്ടനാണ്. മണ്ടൻ എന്ന് പറയുന്ന കാറ്റഗറി. അവര് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അവരോട് തർക്കിച്ച് ജയിക്കാനോ വസ്തുതകൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനോ ഒന്നും പറ്റില്ല. അവിടെ ചെയ്യാവുന്നത് അവർ പറയുന്നത് ശരിയാണ് എന്ന് സമ്മതിച്ചു കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ വഴിക്ക് അവർ വരും. എക്സാക്ട്ലി നിങ്ങളുടെ വഴിക്ക് അവർ വരും. അതവരുടെ പ്രത്യേകത. കാരണം എന്താന്ന് പറഞ്ഞാൽ അവർക്ക് കൃത്യമായിട്ട് ഒരു ഡിസിഷൻ എടുക്കാനുള്ള ശരിക്കുള്ള ഒരു കപ്പാസിറ്റി ഇല്ല. ബുദ്ധിപരമായിട്ടൊരു ഡിസിഷൻ എടുക്കാനുള്ള കപ്പാസിറ്റി ഇല്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ ആ വ്യക്തികൾ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ അവരെ സപ്പോർട്ട് ചെയ്യുന്നവരെ, അവരെ ഒപ്പം നിൽക്കുന്നവരെ, അവർക്ക് ജയ് വിളിക്കുന്നവരെ ഒക്കെ കൂട്ടത്തിൽ നിർത്തും. അവർ പറയുന്നിടത്ത് ഒപ്പിട്ട് കൊടുക്കും. ഇതാ സംഭവിക്കുന്നത്. ഇത് ഈ പറയുന്ന എല്ലാ കാറ്റഗറികളിലും ഉണ്ട്. മനസ്സിലാവുന്നുണ്ട്? അവിടെയും ഞാൻ ആരെയും പേരൊന്നും പറയുന്നില്ല. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കാറ്റഗറികളൊന്ന് പറഞ്ഞു തരുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇതെല്ലാം രാഷ്ട്രീയത്തിലുണ്ട്. ഇത് 3 ഗുണങ്ങളും അത് നമ്മൾ നേരിട്ട് അറിയുന്നതാണ്. അത് നമ്മൾ നേരിട്ട് അറിയുന്നതാണ്. മറ്റേ 4ാമത്തെ ഗുണം ആർക്കും ഇല്ല താനും. ഏതാ? ജ്ഞാനം എന്നുള്ള ഗുണം ആർക്കും ഇല്ല താനും രാഷ്ട്രീയക്കാർക്ക്. ശരി.
ഒരാളെന്നല്ല, ചില നല്ലവരുണ്ട്, ഇല്ലെന്ന് നല്ലവരുണ്ട്, പറയുന്നില്ല, പക്ഷെ നല്ലവരുണ്ട്. പേരെടുത്ത് ഇപ്പൊ എനിക്ക് പറയാൻ പറ്റില്ല. ഓക്കെ. അല്ല, ആരെയും പേരെടുത്ത് പറയണ്ട, നമുക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്, മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി അതുപോലെ തന്നെ 4ാമത്തെ കാറ്റഗറി ഉണ്ട് ജ്ഞാനികൾ. ജ്ഞാനികളെ ഒപ്പം നിൽക്കണമെങ്കിൽ സത്യസന്ധതയും യുക്തിയും മാത്രം ഉപയോഗിച്ചാലേ അവിടെ നടക്കുള്ളൂ. കാരണം അവർക്ക് മൂല്യങ്ങളുണ്ട്, ജ്ഞാനികൾക്ക് മൂല്യങ്ങളുണ്ട്. അതുപോലെ കൃത്യമായിട്ടുള്ള ചിന്താഗതികളും കാഴ്ചപ്പാടുകളുമുണ്ട്. കൃത്യമായിട്ട് ചിന്തിക്കാനും തീരുമാനങ്ങൾ എടുക്കാനുമുള്ള കഴിവുകളുമുണ്ട്. അതുകൊണ്ട് തന്നെ അവർ കാര്യകാരണസഹിതം വിശകലനം ചെയ്തതിന് ശേഷം മാത്രമേ തീരുമാനങ്ങൾ എടുക്കൂ. അതല്ലാതെ അവരെ ഒന്ന് പൊക്കി പറഞ്ഞത് കൊണ്ടോ അതല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഓഫർ ചെയ്തുകൊണ്ടോ ഒന്നും അവർ നിൽക്കില്ല. പൊതുവിൽ അങ്ങനെയാണ്. അവർ മൂല്യങ്ങൾ ഉണ്ടെങ്കിൽ, ശരിയെന്ന് തോന്നുകയാണെങ്കിൽ മാത്രമേ അവർ നിൽക്കുള്ളൂ. അത് 4ാമത്തെ കാറ്റഗറി. അപ്പൊ ഈ പറഞ്ഞു വരുന്നത് റിലേഷൻസിലും ഡാർക്ക് എന്താണ്? സൈക്കോളജി വർക്ക് ചെയ്യില്ല നല്ലപോലെ. എന്താണ്? റിലേഷൻസിൽ തീർച്ചയായിട്ടും എല്ലായിടത്തും ഏറ്റവും വർക്ക് ചെയ്യും. കൂടുതൽ ഒരു മനുഷ്യനാണോ അവിടെ വർക്ക് ചെയ്യും. കാരണം മനസ്സ് എല്ലാവർക്കും ഉള്ളത് തന്നെയാണ്. നമ്മൾ പുറമേ എന്തൊക്കെയാണെങ്കിലും ശരി, സ്ഥാനമാനങ്ങൾ കൊണ്ട്, അനുഭവ സമ്പത്ത് കൊണ്ട്, അക്കാഡമിക് തലങ്ങൾ കൊണ്ട്, എന്തൊക്കെയാണ് അനുഭവങ്ങൾ കൊണ്ട് എന്തൊക്കെയാണെങ്കിലും ശരി, നമ്മൾ എല്ലാവരും സാധാരണ മനുഷ്യരാണ്. വെറും പച്ച മനുഷ്യരാണ്. നേരത്തെ പറഞ്ഞതുപോലെ ലോക്ക് എത്രമാത്രം സ്ട്രോങ് ആണെങ്കിലും അതിന് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഒരു കീ ഉണ്ടാകും. അത് മനസ്സിലാക്കി എടുത്തു കഴിഞ്ഞാൽ, അത് കൃത്യമായിട്ട് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റും. മറ്റൊരു കാര്യം കൂടി പറഞ്ഞുതരാം. ശരിക്കും വളരെ ആഴത്തിലുള്ള ഒരു സബ്ജക്റ്റാ ഈ പറയുന്ന ഡാർക്ക് സൈക്കോളജി. നമുക്ക് പല മേഖലകളിലും വളരെ ഭംഗിയായിട്ട് ഉപയോഗപ്പെടുത്താൻ പറ്റും. വളരെ പോസിറ്റീവായിട്ട് തന്നെ ഉപയോഗപ്പെടുത്താൻ പറ്റും. ഈ പറയുന്ന പോലെ എല്ലാ വശങ്ങൾക്കും പോസിറ്റീവും നെഗറ്റീവും ഉണ്ടെന്ന് പറയുന്ന പോലെ ഡാർക്ക് സൈക്കോളജിക്കും പോസിറ്റീവായിട്ടുള്ള വശങ്ങളുണ്ട്. നിങ്ങൾക്ക് വ്യക്തികളെ കൃത്യമായിട്ട് തിരിച്ചറിയാൻ പറ്റും. ഇപ്പൊ നമ്മൾ ഈ 4 കാര്യങ്ങൾ മനസ്സിലാക്കിയില്ലേ? ഒരു വ്യക്തി നിങ്ങളെ വെറുതെ സപ്പോർട്ട് ചെയ്യാണ്, നിങ്ങൾ പറയുന്നതിനെല്ലാം ശരിവെക്കുകയാണെന്നിരിക്കട്ടെ, തിരിച്ചറിയണം അയാൾക്ക് നിങ്ങളെ കൊണ്ട് എന്തോ സാധിക്കാനുണ്ട് എന്ന്. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾക്കത് തിരിച്ചറിയണമെങ്കിൽ നിങ്ങൾക്ക് തന്നെ ശരിയല്ല എന്ന് തോന്നുന്ന ഒരു കാര്യം ഇടയിലൊന്ന് ആളോട് സംസാരിച്ചാൽ മതി, ആളുടെ ശരിക്കും എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോഴും അയാൾ അത് വളരെ കറക്റ്റ് ആണെന്ന് പറഞ്ഞാൽ അപ്പൊ പിടിച്ച് പുറത്താക്കിയേക്കണം. അല്ലെങ്കിൽ നിങ്ങൾ ഒരു സ്റ്റെപ്പ് ഒന്ന് മാറി നിന്നേക്കണം. അതുവരെ നമ്മൾ പറഞ്ഞേക്ക് ഓൾമോസ്റ്റ് ഓക്കെ ആയിരിക്കും. ഇനി ആൾ ശരിക്കും ശരി പറയുന്നതാണോ അതോ ഈ പറയുന്ന മാതിരി മാനിപ്പുലേഷൻ ആണോ എന്ന് അറിയണമെങ്കിൽ നമുക്ക് തന്നെ ശരിയല്ല എന്ന് തോന്നുന്ന ഒരു കാര്യം ഇടയിൽ ഇട്ട് കൊടുത്താൽ മതി, മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഒരുപക്ഷെ അയാൾ ശരിയാണെങ്കിൽ, അയാൾ നല്ല ആളാണെങ്കിൽ ആൾ പറയും അത് നമുക്ക് ഇങ്ങനെ ചെയ്താൽ കുറച്ചുകൂടി നല്ലതായിരിക്കുമായിരുന്നു, അല്ല ആ പറഞ്ഞ അല്ലെങ്കിൽ ഒന്നുകൂടി ആലോചിച്ചിട്ട് വേണം ചെയ്യാൻ എന്ന് അയാൾ പറഞ്ഞാൽ ഇറ്റ്സ് ഓക്കെ. അതല്ല, അതും ശരി വെക്കുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും അയാളെ ശ്രദ്ധിക്കണം. ഒരടി ഡിസ്റ്റൻസിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ നിന്നോളാം. മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ ആയോ? അപ്പൊ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായോ? എവിടെയെങ്കിലും ആശയക്കുഴപ്പങ്ങളുണ്ടോ? കൂടുതൽ എവിടെയെങ്കിലും എന്തെങ്കിലും അറിയണമെന്ന് തോന്നുന്നുണ്ടോ? മനസ്സിലായി. താങ്ക് യു. ശരി. ഹലോ, കാറ്റഗറി ഒന്ന് പറയാമോ സർ? എന്താണ് കാറ്റഗറി പറഞ്ഞത്? ഈ 4 കാറ്റഗറി ആണോ? അത്യാഗ്രഹി, അഹങ്കാരി, മണ്ടൻ, ജ്ഞാനി. ശരി. എഴുതുന്നതിനിടയിൽ ഇതിൽ ഏത് കാറ്റഗറിയാണ് സ്വയം എന്ന് കൂടി ഒന്ന് ചെറുതായി പറയണ്ട കേട്ടോ. എല്ലാം ഉണ്ടല്ലോ. അല്ല, എല്ലാം കുറേശ്ശെ ഉണ്ടാകും, എന്നാൽ ഇതിന് മുന്നിട്ട് നിൽക്കുന്നുണ്ടാകും. നമ്മൾ എല്ലാവരിലും ഈ 4 കാറ്റഗറി ഉണ്ടാകും. പക്ഷെ ഒരു പടി മുന്നിൽ നിൽക്കുന്ന സാധനം ഉണ്ടാവും. അതിനെയാണ് തിരിച്ചറിയേണ്ടത്. അതിനെ റിയലി നോക്ക്, എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമാനൊന്നും ആകാൻ പറ്റില്ല. ഇതിൽ 4 ഏതെങ്കിലും ഒന്നായിരിക്കും. ഇതിൽ ഏതാണ് സ്വയം എന്ന് തിരിച്ചറിഞ്ഞാലും, പക്ഷെ മണ്ടന്മാർക്ക് അത് തിരിച്ചറിയാൻ പറ്റില്ല. എങ്കിലും പറയുക, ജസ്റ്റ് ഒന്ന് തിരിച്ചറിയാനുള്ള ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ ചില കാര്യങ്ങളൊന്നും മാറി നിൽക്കാൻ പറ്റും. സുരക്ഷിതമായിട്ട് മാറി നിൽക്കാൻ സാധിക്കും. അതുകൊണ്ടാ പറയുന്നത്. ഓക്കെ, നമുക്കിനി അടുത്തതിലേക്ക് വരാം. ഇതുവരെ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഡാർക്ക് സൈക്കോളജിയിലെ വളരെ ഗംഭീരമായിട്ടുള്ള ഒരു ടെക്നിക്കാണ് എസ് സെറ്റ് എന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരു വ്യക്തിയിൽ നിന്ന് നമുക്ക് അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനം എടുപ്പിക്കണം. ഒരു വ്യക്തിയെ കൊണ്ട് നമുക്ക് അനുകൂലമായിട്ടുള്ള തീരുമാനം എടുപ്പിക്കണം. അതായത് ചുരുക്കി പറഞ്ഞാൽ, നമ്മൾ പറയുന്ന ഒരു കാര്യത്തിന് അദ്ദേഹത്തെ കൊണ്ട് അതെ എന്ന് ഉത്തരം പറയിപ്പിക്കണം.
മനസ്സിലായോ? ചിലപ്പോൾ ഒരു 50-50 ഒക്കെ ആയിരിക്കും ചാൻസ് ഉള്ളത്, ഒരു 50-50 ആയിരിക്കും ചാൻസ് ഉള്ളത്. പക്ഷെ അദ്ദേഹത്തെ കൊണ്ട് അനുകൂലമായിട്ടുള്ള തീരുമാനം എടുപ്പിക്കണം. അതിന് ഉപയോഗിക്കുന്ന മാർഗത്തെയാണ് എസ് സെറ്റ് എന്ന് പറയുന്നത്. എസ് സെറ്റിൽ Yes, ചെയ്യുന്ന കാര്യം, അതിന്റെ പ്രൊസീജിയർ ഇങ്ങനെയാണ്. അദ്ദേഹം നിഷേധിക്കാൻ സാറേ ക്ലിയർ ആയില്ല. സാറേ ക്ലിയർ ആയില്ല. എസ്സെറ്റോ? എസ് YESSET. ഓ യെസ്. യെസ്, ഓക്കെ അതെ അതെ, ഓക്കെ. അദ്ദേഹത്തെ കൊണ്ട് യെസ് പറയിപ്പിക്കണം, അത്രേ ഉള്ളൂ. അതിന് ഏറ്റവും ലളിതമായിട്ടുള്ള മാർഗം എന്ന് പറഞ്ഞാൽ, അദ്ദേഹം ഒരു കാരണവശാലും നോ പറയാൻ ഒരു സാധ്യതയുമില്ലാത്ത മിനിമം 3 കാര്യങ്ങൾ അദ്ദേഹത്തോട് പറയിപ്പിക്കുക, അല്ലെങ്കിൽ അദ്ദേഹത്തെ കൊണ്ട് ചെയ്യിപ്പിക്കുക. അദ്ദേഹം യാതൊരു കാരണവശാലും നോ പറയാൻ ഒരു സാധ്യതയുമില്ലാത്ത മിനിമം 3 കാര്യങ്ങൾ അദ്ദേഹത്തെ കൊണ്ട് പറയിപ്പിക്കുക അല്ലെങ്കിൽ ചെയ്യിപ്പിക്കുക. ഇതിലൂടെ അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ പിന്നാലെ പറഞ്ഞുതരാം, എൻ്റെ തിയറട്ടിക്കൽ സൈഡ് പറഞ്ഞുതരാം. ഇതിലൂടെ സംഭവിക്കുന്ന എന്താന്ന് പറഞ്ഞാൽ, നമ്മുടെ ബ്രെയിൻ ഒരു കണ്ടീഷനിങ് അവസ്ഥയിലെത്തും. കണ്ടീഷനിങ് അവസ്ഥ എന്ന് പറഞ്ഞാൽ, പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്തുള്ള ചില ഗെയിമുകളുണ്ട്. ചില ഗെയിമുകൾ എന്ന് പറഞ്ഞാൽ, പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരുന്ന ഗെയിം, ഒരു വട്ടം വരച്ചിട്ട്, ഒരു കുറച്ച് വലിയ വട്ടം വരച്ചിട്ട് കുറെ പേര് അതിന്റെ സൈഡിൽ നിർത്തും. അതായത് വട്ടത്തിൽ കുളമായിട്ട് സങ്കല്പിക്കും. ഇവര് നിൽക്കുന്നത് കരയിലുമായിരിക്കും. എന്നിട്ട് ലീഡറായിട്ട് കുളം എന്ന് പറഞ്ഞിട്ട് ഒപ്പം മുന്നോട്ട് ഇങ്ങനെ ചാടും. പെട്ടെന്ന് കര എന്ന് പറഞ്ഞാൽ ഇവർ കരയിലേക്ക് ചാടാതെ കുളത്തിലേക്ക് തന്നെ ചാടും. കളിച്ചിട്ടുണ്ടോ? കളിച്ചിട്ടുണ്ട്. ഇതുപോലെ പല കളികളും കളിച്ചിട്ടുണ്ട്. ഇതെന്താ സംഭവിക്കുന്നത്? നമുക്ക് വാക്കോ അതിന്റെ അർത്ഥമോ ആശയമോ ഒന്നും മനസ്സിലാകാഞ്ഞിട്ടല്ല. 2-3 പ്രാവശ്യം മുന്നോട്ട് ചാടുമ്പോ പിന്നെയും മുന്നോട്ട് ചാടാനുള്ള ഒരു ടെൻഡൻസി വരും. മനസ്സിലാവുന്നുണ്ടോ? അതുപോലെ തന്നെ ഈ അതേ പറയിപ്പിക്കുന്ന കളിയുമുണ്ട്. നമ്മൾ ആദ്യം കളിക്കുന്ന ആളോട് പറയും, ഞാനിനി എന്ത് ചോദിച്ചാലും അതെ 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 എന്ന് പറയണം എന്ന് പറയും. എന്നിട്ട് പറയും, ഇപ്പൊ നമ്മുടെ സ്കൂള് ഇന്ന സ്ഥലത്താണ്, ഉടനെ മറ്റേ ആൾ പറയും അതെ. രണ്ടാമത് നമ്മുടെ ക്ലാസ് ടീച്ചർ ഇന്നയാളാണ്, അതെ. നിന്റെ വീട് ഇന്ന സ്ഥലത്താണ്, അതെ. ഇന്ന് 2-3 അതേകൾ പറയുന്ന കൂട്ടത്തിൽ പറയും, നീ ഒരു മണ്ടനാണ് എന്ന് പറയും. ഇയാളുടനെ അതെ എന്ന് പറയും. മനസ്സിലാവുന്നുണ്ടോ? ഇത് കളിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ സമാനമായിട്ടുള്ള കളികൾ കളിച്ചിട്ടുണ്ടോ? ഉണ്ട്. വെരി ഗുഡ്. ഒന്ന് പഴയ കാലത്തിലേക്ക് പോയി, റൈറ്റ്? അപ്പൊ ഇവിടെ എല്ലാം സംഭവിക്കുന്നത്, ഈ 2 ഇടങ്ങളിലും സംഭവിക്കുന്നത്, നമ്മുടെ ബ്രെയിനിനെ ഒരു പ്രത്യേക പാറ്റേണിൽ കണ്ടീഷൻ ചെയ്യുകയാണ്. ഇപ്പോൾ വേറൊരു കാര്യം കൂടി പറഞ്ഞുതരാം. നമ്മുടെ നിത്യജീവിതത്തിലുള്ള ഒരു ക്ലാരിറ്റി കൂടെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ നിത്യജീവിതത്തിൽ ഉള്ളൊരു കാര്യം പറയാം. നിങ്ങൾ സ്ഥിരമായിട്ട് നിങ്ങളുടെ ഒരു സാധനം നിങ്ങളുടെ റൂമിൽ നിങ്ങൾ ചീർപ്പെടുത്തിട്ട് ഒരു സ്ഥലത്ത് തന്നെയാണ് വെക്കുന്നത്. കുറേ നാളുകളായിട്ട് അവിടെ തന്നെയാണ് വെക്കുന്നത്. പക്ഷെ ഇപ്പൊ എന്തോ കാരണം കൊണ്ട് അവിടെ വെക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഇപ്പൊ ഒന്ന് അപ്പുറത്ത് മാറ്റി വെച്ചു, ഇപ്പൊ മറ്റൊരു സ്ഥലത്താണ് വെക്കുന്നത്. എങ്കിൽ പോലും നിങ്ങൾ യാദർശികമായിട്ട് വന്നിട്ട് പെട്ടെന്ന് ഇതേ സ്ഥലത്ത് തപ്പി നോക്കില്ലേ? മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇത്രയും നാൾ നമ്മൾ അവിടെ കൈവച്ചിരിക്കുന്ന ഒരു ഡേറ്റ നമ്മുടെ ബ്രെയിനിൽ കിടപ്പുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഇതേ മറ്റേ ഡേറ്റയും ഉണ്ട്, ഇവിടെ സ്ഥാനം മാറ്റി എന്നുള്ള ഡേറ്റയും ഉണ്ട്. പക്ഷെ നേച്ചുറലായിട്ട് അവിടെ പോയി അന്വേഷിക്കാനുള്ള ഒരു ത്വര ഇവിടെ ഉണ്ട്. കാരണം ഇതിന് കണ്ടീഷനിങ് എന്നാ പറയുന്നത്. കണ്ടീഷനിങ് അതൊരു തിയറി തന്നെയുണ്ട്, അല്ലെങ്കിൽ ഞാനിപ്പോൾ പോകുന്നില്ല, ഒരു തിയറി തന്നെയുണ്ട്. അപ്പൊ ഇവിടെ ചെയ്യുന്നത് എന്താന്ന് പറഞ്ഞാൽ, അതെ 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 എന്ന് പറയാനുള്ള ഒരു ത്വര നമ്മുടെ ഓപ്പോസിറ്റുള്ള വ്യക്തിയിൽ ഉണ്ടാക്കിയെടുക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ ആ ഒരു കണ്ടീഷൻഡാക്കി കൊണ്ടുവന്നതിന് ശേഷം, കണ്ടീഷൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ശരിക്കും നമുക്ക് എന്താണോ വേണ്ടത് അതിലേക്ക് പോകുന്നു. ഒരു ചെറിയ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങളുടെ ബോസിനോട് ഒരു അവധി ചോദിക്കണം, നമുക്കൊരു ലീവ് ചോദിക്കണം. പക്ഷെ നമുക്കറിയാം അദ്ദേഹം ലീവ് തരാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. നമ്മൾ ലീവ് പോയി ചോദിച്ചാൽ പറയാം, നോ നോ നോ, ഇപ്പൊ ലീവൊന്നുമില്ല, ഇപ്പൊ വലിയ തിരക്കുള്ള സമയമാണ് എന്നെല്ലാം അദ്ദേഹം പറയും, നമുക്കറിയാം. അപ്പൊ അവിടെ ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഒരു ഉദാഹരണത്തിന് നമ്മൾ പോയി പറയാണ്, സാറ് നമ്മൾ കഴിഞ്ഞ പ്രോജക്റ്റ് വളരെ കൃത്യസമയത്തിന് തീർത്ത് അല്ലേ? അദ്ദേഹം പറയാം, അതെ തീർത്തു, വെരി ഗുഡ്, ശരി.
അപ്പോൾ രണ്ടാമത്തെ പറയുന്നു, നമ്മളത് തീർത്തത് കൊണ്ടും അതുപോലെ ആ വർക്കിന്റെ ക്വാളിറ്റി കൊണ്ടും നമ്മുടെ ആ ക്ലയന്റിന് വർക്കിൽ നല്ല സംതൃപ്തി ഉണ്ട്. റൈറ്റ്? അപ്പൊ ബോസ് പറയും അതെ അതെ. അപ്പൊ വീണ്ടും നമ്മൾ പറയും നമ്മുടെ ടീം ഇതിനു വേണ്ടി കുറെ നാള് നല്ല ഹാർഡ് വർക്കിലായിരുന്നു അല്ലേ? ബോസ് പറയും അതെ തീർച്ചയായിട്ടും അതെ പറയും. അടുത്ത പറയുകയാണ്, അപ്പൊ അതുകൊണ്ട് ഞാൻ ഇത്രയും വർക്ക് ചെയ്തിട്ടുണ്ട്, ഇത്രയും ടയർഡാണ്, സോ ഞാൻ അടുത്ത തിങ്കളാഴ്ച എനിക്കൊരു ലീവ് കിട്ടിയാൽ നല്ലതായിരുന്നു, അല്ലെങ്കിൽ ഞാനൊരു ലീവ് എടുത്തോട്ടെ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ബോസ് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ പറഞ്ഞ പോലെ അതെ 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 പറഞ്ഞു വന്ന പാറ്റേണില് ഇവിടെയും അതേ പറയാനുള്ള, നമ്മുടെ ലീവിനും അതേ പറയാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. ഒന്ന്. രണ്ട്, നമ്മൾ അപ്പുറത്തൊരു അംഗീകാരം കൊടുക്കുന്നുണ്ട്. എന്താ? വർക്ക് നമ്മൾ കൃത്യമായിട്ട് തീർത്തു, അത് അദ്ദേഹത്തിന് സന്തോഷമുള്ള കാര്യമാണ്. രണ്ട്, നമ്മുടെ ആ ക്ലയന്റിന് അതുകൊണ്ട് സന്തോഷം ഉണ്ടായിട്ടുണ്ട്, അതും ബോസിന് സന്തോഷമുള്ള കാര്യമാണ്. മൂന്ന്, നമ്മുടെ ടീം ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്, അതും ബോസിന് സന്തോഷമുള്ള കാര്യമാണ്. അപ്പൊ ഇവിടെ രണ്ട് കാര്യങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഒന്ന് ഇമോഷൻ, രണ്ട് ഈ പറയുന്ന യെസ് മൈൻഡ് സെറ്റ് അദ്ദേഹത്തിൽ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഇത് വളരെ ഗംഭീരമായിട്ട് ഉപയോഗിക്കാൻ പറ്റും, അതിഗംഭീരമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. നിങ്ങൾ നോക്കൂ, നിങ്ങളുടെ ആരൊക്കെ ഉണ്ടെന്ന് എനിക്കറിയില്ലെങ്കിൽ ഞാൻ പറയുക, സെയിൽസിലൊക്കെ ഉള്ള ആളുകൾ ഉണ്ടാകും, ഗംഭീരമായിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടാകും. നിങ്ങളുടെ ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ ആദ്യം അവർ ഇതുപോലെ കുറച്ച് അതേ ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിക്കും, യെസ് 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 എന്ന് ചോദിക്കും. അതിനുശേഷം അവർ ചോദിക്കും, സാർ ഇത് വാങ്ങുകയല്ലേ? എന്താണ് എന്താണ് ഞാൻ സെയിൽസിലാണ്, അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് സാറിന്റെ ഈ ഒരു പ്രോഗ്രാം ഞാൻ പിടിച്ചത്. താങ്ക് യു താങ്ക് യു. അല്ല, ഞാൻ ഈ പറഞ്ഞ ട്രിക്ക് ഉപയോഗിക്കാറില്ലേ ഇപ്പൊ തന്നെ? ഉണ്ടോ? ചിലപ്പോ ഇപ്പോൾ ഇങ്ങനെ പരമാവധി പരമാവധി സംസാരിക്കുമ്പോ എപ്പോഴും ഇതൊരു ഇങ്ങനൊരു ശ്രദ്ധ കൊടുക്കാറുണ്ട്. ഇപ്പൊ അതിന്റെ ടെക്നിക്ക് പിടിയില്ല. ഇത് വളരെ ഗംഭീരമായിട്ട് ഉപയോഗിക്കാൻ പറ്റും, വളരെ ഗംഭീരമായിട്ട്. അതുപോലെ തന്നെ സെയിൽസിലാണെന്ന് പറഞ്ഞത് കൊണ്ടും താങ്കൾക്ക് താല്പര്യമുണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. ചില ആൾക്കാര് ഒരു കുറച്ച് വിലയുള്ള ഒരു സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് വന്നാൽ അവരിങ്ങനെ കൺഫ്യൂഷൻ നിൽക്കും, വാങ്ങണോ വാങ്ങണ്ടേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ നിൽക്കും. അപ്പോൾ അവിടെ ചെയ്യാൻ പറ്റുന്നത്, അവരെ കൊണ്ട് എന്തെങ്കിലും ചെറിയ ചെറിയ സാധനങ്ങൾ പർച്ചേസ് ചെയ്യിപ്പിച്ചാൽ, അവർക്ക് ഗുണകരം എന്ന് ബോധ്യപ്പെടുത്തിയിട്ട് ചെറിയ ചെറിയ സാധനങ്ങൾ പർച്ചേസ് ചെയ്യിപ്പിച്ചാൽ അവരുടെ ഈ പർച്ചേസ് മൈൻഡ്, സാധനങ്ങൾ വാങ്ങാനുള്ള മൈൻഡ്, നേരത്തെ പറഞ്ഞ കണ്ടീഷനിങ് ഇല്ലേ, ഇത് ഓപ്പൺ ആകും. ഇത് ഓപ്പൺ ആയി കഴിഞ്ഞാൽ ആ വലിയ സാധനം വാങ്ങിപ്പിക്കാൻ വലിയ പാടൊന്നുമില്ല. ഈ വാതിലൊന്നും തുറന്നു കിട്ടേണ്ട സാധനമേ ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ. അത് കിട്ടിക്കഴിഞ്ഞാൽ വലിയ സാധനം വാങ്ങാൻ വളരെ ഗംഭീരമായിട്ട് അവർക്ക് പറ്റും. ഈ വലിയ സാധനം വാങ്ങിന്നിരിക്കട്ടെ, പിന്നീട് നിങ്ങൾക്ക് അവരെ കൊണ്ട് പർച്ചേസ് ചെയ്യിപ്പിക്കാം. അതിന്റെ അക്സസറീസ്, അതിന്റെ അപ്പുറം അതിന്റെ ഇപ്പുറം എന്ന് പറഞ്ഞ് കുറേ പർച്ചേസ് ചെയ്യിപ്പിക്കാൻ പറ്റും, ഇതൊന്ന് ഓപ്പൺ ആയി കിട്ടിയാൽ. സെയിൽസിലുള്ള വേറെ ആരെങ്കിലും ഉണ്ടോ? ഞാനുണ്ട് സാറേ. ഓക്കെ, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ? ഏതാ? എന്താണ്? ഇത്രയ്ക്ക് ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു. ശരി, ഗംഭീരമായിട്ട് ഉപയോഗിക്കാൻ പറ്റും, ഗംഭീരമായിട്ട്. നമ്മൾ ഈ പറഞ്ഞ എല്ലാ മേഖലയിലും സൈക്കോളജി ഉണ്ട്. ഈ സൈക്കോളജിക്കൽ ടെക്നിക്കുകൾ ഉപയോഗപ്പെടുത്താമെങ്കിൽ വളരെ ഗംഭീരമായിട്ട് ചെയ്യാൻ പറ്റും, വളരെ ഗംഭീരമായിട്ട്. പക്ഷേ സാറേ ഒരു കാര്യം പറയട്ടെ, ഈ സെയിൽസിലുള്ളവര് ചില ഷോപ്പുകളിലൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ ഒരു നിർബന്ധപൂർവം നമ്മളെ അടുത്ത് സംസാരിക്കുമ്പോൾ നമ്മൾക്ക് അതിനോടൊരു വെറുപ്പ് ഉണ്ടാവാറുണ്ട്. അങ്ങനെ വരുമ്പോ ചില പ്രൊഡക്റ്റും അടുത്ത പ്രാവശ്യം അവിടേക്ക് പോകില്ല അല്ലേ? അതെ 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 അതെ, അതാണ് ഞാൻ പറഞ്ഞത്. ഈ മാനിപ്പുലേഷൻ എന്ന് പറഞ്ഞാലുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നേരത്തെ പറഞ്ഞില്ലേ, ഈ സ്ഥലമെടുത്ത് ലോണിന്റെ കാര്യം വെച്ചില്ലേ, ഇതൊക്കെ സംഭവിച്ചു കഴിഞ്ഞാലും വിക്ടിം അത് അറിയില്ല എന്നുള്ളതാണ്. മറ്റേയാളെ മഹത്വവൽക്കരിക്കുമെന്നുള്ളതാണ് അതിന്റെ ഒരു പ്രത്യേകത. മനസ്സിലായോ? അപ്പൊ അത്രയും സമർത്ഥമായിട്ട് ചെയ്യാൻ അത് സാറ് അതൊരു കഴിവ് തന്നെയല്ലേ? അതൊരു എന്താ പറയാ, അത് ചെയ്യണമെങ്കിൽ അതിനുള്ള ഒരു നയം വേണ്ടേ? തീർച്ചയായിട്ടും, അതാണ് ഞാൻ പറയുന്നത്. ചിലരുടെ നോക്കൂ, ടോക്ക് നമുക്ക് ചില ഷോപ്പിലെല്ലാം കയറിയാല്
നമുക്കത് വേഗം അവിടെ നിന്ന് ഇറങ്ങി പോണം എന്നുള്ള ഒരു മൈൻഡ് വരും. അതിന് കാരണം ചിലരുടെ ഇതാണ്, ടോക്ക് നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെടും. അതെ, അതിന്റെ രണ്ടിന്റെയും ഒരു കാരണം ടെക്നിക്ക് ഇതാണ്. പറയാമോ? എന്തോ അതിന്റെ കാരണം ഇത് തന്നെ. നോക്കൂ, അതിന്റെ ഒരു ലോക്ക് നിങ്ങൾക്ക് 2 വിധത്തിൽ തുറക്കാം. എങ്ങനെയാണെന്നറിയാമോ 2 വിധം? നമുക്ക് പൊട്ടിക്കാം, ചാവി വെച്ച് ആ, തുറക്കാം. എക്സാക്ട്ലി. ഒന്ന് ചാവി വെച്ചിട്ട് വളരെ സ്മൂത്ത് ആയിട്ട് തുറക്കാം, 2 തല്ലി പൊട്ടിക്കാം. തല്ലി പൊട്ടിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് രണ്ടാമത്തെ പ്രാവശ്യം ഉപയോഗിക്കാൻ പറ്റില്ല. ഇതാണ് പറഞ്ഞത് നേരത്തെ ഈ കാറ്റഗറി കടക്കാർ പറഞ്ഞില്ലേ, നിർബന്ധപൂർവ്വം വാങ്ങിപ്പിക്കുന്നതായിട്ട് തോന്നുന്നുണ്ടെന്ന്, അല്ലേ? അതെ അതെ നിർബന്ധപൂർവ്വം. അവിടെ നമുക്ക് രണ്ടാമത് പോകാൻ പറ്റില്ല. അവർ ആ കീ ലോക്കിനെ തല്ലി പൊട്ടിച്ച് കളഞ്ഞതാ. പക്ഷെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഹിപ്നോസിസിന്റെ ഒരു ഹയർ ലെവൽ ട്രെയിനിങ് ഉണ്ട്. അതില് ഈ പറയുന്ന വിധത്തിലുള്ള മാനിപ്പുലേഷൻ ടെക്നിക്കുകൾ, വ്യത്യസ്തങ്ങളായിട്ടുള്ള ധാരാളം മാനിപ്പുലേഷൻ ടെക്നിക്കുകൾ അതിന്റെ ഭാഗമായിട്ട്, അതായത് കോവർട്ട് ഹിപ്നോസിസ് എന്ന് പറയും. കോവർട്ട് ഹിപ്നോസിസ് എന്ന് പറഞ്ഞാൽ ആ വിധേയമാകുന്ന വ്യക്തി അറിയുന്നില്ല എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത്. ഈ പറഞ്ഞ പോലെ അവരുടെ ഇമോഷൻസ്, അതുപോലെ ബ്രെയിനിന്റെ മറ്റു ചില സവിശേഷതകൾ, ഇതെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വളരെ ഗംഭീരമായിട്ട്, വളരെ തന്ത്രപൂർവ്വം നമുക്ക് അവരെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. അത്തരം ടെക്നിക്കുകളെയാണ് പൊതുവിൽ കോവേർട്ട് ഹിപ്നോസിസ് എന്ന് പറയുന്നത്. സെയിൽസിലൊക്കെ അതിന്റെ കുറച്ച് ടെക്നിക്ക് പറയാൻ പറ്റുമോ സർ? നമുക്ക് അതിലേക്ക് വരാം കേട്ടോ. ഓക്കെ ഇപ്പൊ മാഡം പറഞ്ഞതേ, ആ, ഇപ്പൊ മാഡം പറഞ്ഞതെന്ന് പറയുമ്പോ ഇപ്പൊ ഒരു കസ്റ്റമർ ഒരു കടയിലേക്ക് കയറി വരുമ്പോ മിക്കവാറും ചില ആൾക്കാരൊക്കെ ചെയ്യുന്ന എന്താണെന്നറിയോ, ഇങ്ങോട്ട് കയറി വരുന്ന ഉടനെ ചോദിക്കും എന്താണെന്ന് വേണ്ടതെന്ന് വേണമെന്ന് ചോദിക്കും. ഞാൻ കേട്ടിട്ടുള്ളതും കണ്ടിട്ടുള്ളതുമായിട്ടൊരു അനുഭവമാണ്. അപ്പൊ അത് ഇങ്ങോട്ട് കയറി വരുമ്പോ തന്നെ അവർക്കൊരു ഇറിറ്റേഷൻ തോന്നും. നേരെ മറിച്ച് ആ കയറി വരുന്ന കസ്റ്റമറെ ആ കടയിലുള്ള സാധനങ്ങൾ മൊത്തത്തിലൊന്ന് വീക്ഷിക്കാനും കാണാനും മനസ്സിലാക്കാനുള്ള ഒരു അവസരം കൊടുത്തു കഴിഞ്ഞിട്ട് മേഡം എന്താണ് വേണ്ടതെന്ന് നമുക്ക് ചോദിച്ചു കഴിഞ്ഞാണല്ലോ, തീർച്ചയായിട്ടും അവർക്ക് ആ ഒരു മടുപ്പ് തോന്നൂല. ഞാൻ അനുഭവപ്പെട്ടിട്ടുള്ള, ഞാൻ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണിത്. അത് ശരിയാണോ? തീർച്ചയായിട്ടും. കാരണം പല വിധത്തിലുള്ള മാനസിക അവസ്ഥകളുമായിട്ടായിരിക്കും ഒരു കസ്റ്റമർ വരുന്നത്. അപ്പോ മാത്രമല്ല, നമ്മുടെ എല്ലാവരുടെയും ഉള്ളില് കെയർ കിട്ടാൻ ആഗ്രഹിക്കുന്ന ഒരു മനസ്സുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? വേണമെങ്കിൽ ഒരു ചൈൽഡ് എന്ന് പറയാം, ഒരു കുട്ടി എന്ന് പറയാം. ആ ചൈൽഡിന്, ആ കുട്ടിയെ ഒന്ന് തൃപ്തിപ്പെടുത്താൻ പറ്റിക്കഴിഞ്ഞാൽ, ഈ നമ്മുടെ വണ്ടിയുടെ കീ ഇങ്ങനെ വിരലിട്ട് കളിക്കുന്നില്ലേ, അതുപോലെ ആൾക്കാരെ കളിക്കാൻ പറ്റും. മനസ്സിലാവുന്നുണ്ടോ? ശരി, നമുക്ക് മുന്നോട്ട് പോകാം. ബാക്കി കാര്യങ്ങൾ മുന്നോട്ട് പോകുന്ന സമയത്ത് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കാം. അപ്പോ ഈ അതെ എന്ന് പറയുന്ന ട്രാക്കിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കുറേയധികം കാര്യങ്ങളിൽ പോസിറ്റീവായിട്ടുള്ള തീരുമാനമെടുക്കാൻ സാധിക്കും. അതുപോലെ മറ്റൊന്ന്, നമ്മൾ പൊതുവിൽ പറയാറുണ്ട്, ദുർലഭമായിട്ടുള്ള സാധനങ്ങൾക്ക് പൊതുവിൽ ഡിമാൻഡ് കൂടുതലായിരിക്കും എന്നുള്ളത്. ഇപ്പൊ സ്വർണത്തിന് വില കൂടുതലാണ്, അതുപോലെ ഡയമണ്ടിന് അതിനേക്കാൾ വില കൂടുതലാണ്, അതിനേക്കാൾ വില കൂടുതലുള്ള മെറ്റീരിയൽസും ഉണ്ട്. എന്താ കാരണം? കമ്പാരിറ്റീവ്ലി ഉപയോഗം കൂടിയത് ഏതാ? ഇരുമ്പാണോ സ്വർണ്ണമാണോ? ഇരുമ്പാണ്, അല്ലേ? കമ്പാരിറ്റീവ്ലി ഉപയോഗം കൂടിയത് ഇരുമ്പ് തന്നെയാണ്. പക്ഷെ വില ഏതിനാണ്? സ്വർണത്തിന്. എന്താ കാരണം? ലഭ്യത കുറവാണ്. അപ്പൊ ലഭ്യത കുറവായിരിക്കുന്ന സാധനങ്ങൾക്ക് പൊതുവിൽ ഡിമാൻഡ് കൂടുതലായിരിക്കും. ഇത് വളരെ ഗംഭീരമായിട്ടുള്ള ടെക്നിക്കാണ്. മാർക്കറ്റിംഗിൽ മാത്രമല്ല കേട്ടോ ഞാൻ ഈ പറയുന്നത്. നിങ്ങൾ ആരും വിചാരിക്കരുത് മാർക്കറ്റിംഗിലേക്ക് മാത്രമായിട്ട് ഒതുങ്ങിപ്പോകുന്നു എന്ന് വിചാരിക്കരുത്. ഉദാഹരണങ്ങൾ പറഞ്ഞു തരാം. ഒന്ന്, നിങ്ങൾ ആമസോണിൽ നിന്ന് ചില സാധനങ്ങൾ നോക്കുന്ന സമയത്ത് ലാസ്റ്റ് പീസ് അല്ലെങ്കിൽ only 2 ലെഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് കാണിക്കും, ഇല്ലേ? 2 എണ്ണം മാത്രമേ ബാക്കിയുള്ളൂ, ഇത് അവസാനത്തെ പീസാണ്, അല്ലെങ്കിൽ ഈ ഓഫറിന് 1 മണിക്കൂർ കൂടിയേ ഉള്ളൂ എന്ന് പറഞ്ഞ് കാണിക്കും, ഇല്ലേ? എന്താ കാരണം? ഇനി ഇത് കിട്ടില്ല എന്നും, അല്ലെങ്കിൽ ഇനി ഈ വിലയ്ക്ക് കിട്ടില്ല എന്നും ഒരു വ്യക്തിക്ക് തോന്നിക്കഴിഞ്ഞാൽ അത് വാങ്ങാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും. നിങ്ങൾ ഏതെങ്കിലും ഓൺലൈൻ സൈറ്റുകളിൽ ഈ പറഞ്ഞ മാതിരി only 1 ലെഫ്റ്റ് ഇൻ സ്റ്റോക്ക് എന്ന് പറഞ്ഞ് കാണിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ സപ്പോസ് പർച്ചേസ് ചെയ്തെന്നിരിക്കട്ടെ, പർച്ചേസ് ചെയ്ത് കഴിഞ്ഞിട്ട് 1 മണിക്കൂർ കഴിഞ്ഞ് ഒന്നുകൂടി റീഫ്രഷ് ചെയ്ത് സൈറ്റിൽ പോയി നോക്കിയാൽ വീണ്ടും ഇത് കാണാം only 1 എന്ന് പറഞ്ഞിട്ട്. കണ്ടിട്ടുണ്ടോ?
ഓ കണ്ടിട്ടുണ്ട്. കണ്ടിട്ടുണ്ട്. ഇനി അത് മാർക്കറ്റിംഗ് സൈഡിലുള്ളത്. ഇനി അത് ലൈഫിൽ എങ്ങനെ വരുമെന്ന് നോക്കാം. ലൈഫിലും വാസ്തവത്തിൽ ഇതിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അവൈലബിലിറ്റി കൂടുമ്പോൾ ഡിമാൻഡ് കുറയും. അതിൻ്റെ വളരെ രസകരമായിട്ടുള്ളൊരു സംഭവം ഞാൻ ഓർക്കുന്നത്, ഈ കോവിഡിൻ്റെ സമയത്ത് എന്ത് സംഭവിക്കും, പലർക്കും ഇപ്പോൾ ഏകദേശം കാര്യങ്ങൾ പിടിയിട്ടിട്ടുണ്ടാവും. ആദ്യത്തെ 1-2 ദിവസങ്ങളിലൊക്കെ പ്രത്യേകിച്ച് ഭയങ്കര തിരക്കുള്ള ഭർത്താക്കന്മാർക്കൊക്കെ വീട്ടിലെ ഗംഭീരമായിട്ടുള്ള വരവേൽപ്പ് ഉണ്ടാവുമായിരിക്കും. ഇടയ്ക്ക് 1 മണിക്കൂർ ഇടവിട്ട് ജ്യൂസ്, അതിന് ടീ, അത് ഇത് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കും. 2-ാമത്തെയും 3-ാമത്തെയും 4-ാമത്തെയും ദിവസം ആകുമ്പോഴേക്കും പറയും അവിടെ എടുത്തു വെച്ചിട്ടുണ്ട്, പോയി കുടിക്കുമെന്ന് പറയും. പിന്നെ അടുത്ത ദിവസം ആകുമ്പോൾ ഇപ്പൊ ഒന്ന് കുടിച്ചിട്ടല്ലേ ഉള്ളൂ, കുറച്ചുകൂടി കഴിയട്ടെ എന്ന് പറയും. അടുത്ത ദിവസം ആകുമ്പോൾ പറയും വെറുതെ ഷുഗർ കയറ്റണ്ടാട്ടോ എന്ന് പറയും. അടുത്തടുത്ത പ്രാവശ്യം ആകുമ്പോൾ എന്തൊക്കെയാണ് നിങ്ങൾ കേട്ടിരിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാം. ശരിയാണോ? പറയും. അതെ. ആരും മിണ്ടില്ല, എനിക്കറിയാം. എന്താണ്? സത്യമാര് പറയൂല. അത് പറയില്ല, അതാണ്. പക്ഷെ താങ്കൾക്ക് തുറന്നു പറയാൻ മടിയൊന്നുമില്ല എന്ന് എനിക്കറിയാം. ശരിയല്ലേ? പെട്ടു. ഞാൻ പെട്ടില്ല, എനിക്കതിന്റെ പ്രശ്നങ്ങളില്ലല്ലോ. ഞാൻ ഫുൾ ടൈം വീട്ടിലുള്ള ആളാ. ഗുഡ്, ഗ്രേറ്റ്. കണ്ടോ, ഒരാളുടെ മനസ്സ് എങ്ങനെ ഓപ്പൺ ആക്കി എടുക്കാൻ സിമ്പിൾ ആയിട്ട് പഠിച്ചില്ലേ? അപ്പോ ഞാൻ പറഞ്ഞു വന്നത് അവൈലബിലിറ്റി കുറയുമ്പോൾ ഡിമാൻഡ് കൂടും. അത് ഏതെല്ലാം വിധത്തിൽ എവിടെയെല്ലാം ഉപയോഗപ്പെടുത്താമെന്നുള്ളത് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാനത് കൂടുതൽ കടക്കുന്നില്ല, ഒന്ന് ആലോചിച്ച് നോക്കൂ. ചെയ്യാറുണ്ട്. ഗ്രേറ്റ്, വെരി ഗുഡ്. ഏതാ സാറ് ചെയ്യാറില്ലേ? 4 സീറ്റ് 5 സീറ്റ് മാത്രം ബാക്കി പറഞ്ഞിട്ട് ക്ലിയർ ആയില്ല. സാറടിക്ക് ചെയ്യാറില്ലേ കോഴ്സ്? താങ്കളുടെ വോയിസിൽ അല്പം ക്ലാരിറ്റി. അദ്ദേഹം പറഞ്ഞത്, ഞാൻ ചില കോഴ്സുകളുടെ ലാസ്റ്റ് മൊമെന്റിൽ പറയാറുണ്ട് ഒരു 4 സീറ്റ് മാത്രം 2 സീറ്റ് മാത്രം എന്ന് പറഞ്ഞിട്ട്. സാറിനുള്ള പണിയായി. അല്ല, റിയലി നിങ്ങളത് മനസ്സിലാക്കണം. നോക്കൂ, കൃത്യമായിട്ടുള്ള ഉദാഹരണങ്ങളിലൂടെ കാര്യങ്ങൾ പറയുമ്പോൾ മനസ്സിലാവും. നമ്മളവിടെ ഒളിച്ചു വെക്കേണ്ട ആവശ്യമില്ല. ശരി. ഈ അവൈലബിലിറ്റി കുറയ്ക്കുന്ന കാര്യം എവിടെയൊക്കെ ആപ്ലിക്കബിൾ ആണ് എന്നുള്ളത് സ്വന്തമായിട്ടൊന്ന് ആലോചിച്ച് നോക്കുക. കാരണം അത് ഓരോരോ വ്യക്തികളുടെ കാര്യത്തിലും വ്യത്യാസങ്ങൾ ഉണ്ടാകും. നിങ്ങളുടെ കാര്യത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. ക്ലിയർ ആവുന്നുണ്ട്? ഇപ്പൊ നിങ്ങളുടെ ഓഫീസിൽ നിങ്ങൾ എന്തിനും റെഡിയാണ് മീൻസ് 5 മണി വരെയാണ് ഓഫീസ്. അപ്പൊ ബോസ് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സബോർഡിനേറ്റ് പറയുകയാണ്, അതെ ഇതൊന്ന് ചെയ്തു വെച്ചാൽ നാളെ രാവിലെ കുറച്ച് നമുക്ക് എളുപ്പം ഉണ്ടാവുമായിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓക്കെ ഫൈൻ, ഞാൻ 6 മണി വരെ നിൽക്കാം. ഇത് നിങ്ങളൊരു 3 ദിവസം നിന്നാൽ പിന്നെ 6 മണി വരെ നിൽക്കേണ്ട നിങ്ങളുടെ ഉത്തരവാദിത്വമായിട്ട് മാറും. ശരിയാണോ? അത് പിന്നെ നിങ്ങളുടെ ഉത്തരവാദിത്വമായിട്ട് മാറും. സ്കൂളുകളിലും അങ്ങനെ. അതെ. പിന്നെ മാത്രമല്ല, ഇനി ഒരു ദിവസം നേരത്തെ ഒരു ദിവസം എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് നോർമലി ഒരു 9 മണിക്കുള്ള ഒരു ഓഫീസ് 8 മണിക്ക് വരേണ്ട ആവശ്യമുണ്ടെന്ന് അവർ ഇന്നയാളോട് പറഞ്ഞാൽ മതി, അയാൾ വന്നോളൂ. ശരിയല്ലേ? അതെ. ഇതാണ് കാര്യം. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെ ചെയ്യരുതെന്നോ ചെയ്യാനോ ഉള്ളതല്ല. പക്ഷേ ഇത് നമ്മൾ അറിയണം. നിങ്ങൾ നിന്നു കൊടുത്തോളൂ, പക്ഷെ അജ്ഞത കൊണ്ടാകരുത്. അറിഞ്ഞുകൊണ്ട് തന്നെ നിന്നു കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. അതിന്റെ തിയറിറ്റിക്കലായിട്ടുള്ള സംഗതി ഇത്രയേ ഉള്ളൂ. ലഭ്യത കുറഞ്ഞ ഒരു സാധനമോ സേവനമോ വ്യക്തിയോ എന്തുമായിക്കോട്ടെ, അതിനോട് മനുഷ്യന് എപ്പോഴും താല്പര്യം കൂടുതലായിരിക്കും. അത് ഒരു സവിശേഷത തന്നെയാണ്. പൊതുവിൽ നേരത്തെ പറഞ്ഞ പോലെ സൈറ്റുകളിൽ ഈ ഓഫർ 2 മണിക്കൂർ കൂടിയേ ഉള്ളൂ, ഇപ്പൊ വാങ്ങിയാൽ ഇരട്ടി ലാഭം, അത് ചില പരസ്യങ്ങളിലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു, ഇരട്ടി ലാഭം തുടങ്ങിയ വിധത്തിലുള്ള സംഗതികൾ. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം തൽക്കാലം. കാരണം ഞാൻ പറഞ്ഞു വരുന്നത്, ഈ മാനിപ്പുലേഷൻ ടെക്നിക്സ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ വളരെ വിശാലമായിട്ടുള്ള ഒരു ഏരിയ ആണ്. ആവശ്യമെങ്കിൽ നമുക്ക് ചെയ്യാം. ഞാൻ അതാ പറഞ്ഞു വരുന്നത്, ആവശ്യമെങ്കിൽ നമുക്ക് ചെയ്യാം. നിങ്ങൾ പറഞ്ഞാൽ മതി കേട്ടോ. കൂടുതൽ പേർക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ നമുക്കത് ചെയ്യാം. കാരണം ഇതൊന്നും ആയിട്ടില്ലല്ലോ. കാരണം രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് നമുക്ക്
ഒരു പബ്ലിക് പ്രോഗ്രാമിലെ കാര്യങ്ങൾ പറയുന്നതിനൊരു പരിധിയുണ്ട്. ഒന്ന്, ഞാൻ എൻ്റെ ഡയറക്റ്റ് നേരിട്ടുള്ള ഓഫ്ലൈൻ പ്രോഗ്രാമുകളിലൊക്കെ ആണെങ്കിൽ എന്ത് പറയുന്നതിന് മുമ്പും എൻ്റെ ഓഡിയൻസിനെ ഒന്ന് നോക്കും. ഏത് കാറ്റഗറിയാണ് എൻ്റെ ഓഡിയൻസ്, ഇവർ ഏതറ്റം വരെ പോകും, ആരൊക്കെ ഏതൊക്കെ വിധത്തിൽ അത് ഉപയോഗപ്പെടുത്താൻ സാധ്യതയുണ്ട്, ഇത് നോക്കിയിട്ടേ ഞാൻ കൊടുക്കുള്ളൂ. ഈ പാത്രം അറിഞ്ഞ് ഭിക്ഷ കൊടുക്കുക എന്നൊക്കെ പറയുന്നില്ലേ, അതുപോലെ. ഇത് രണ്ട് കാരണങ്ങളുണ്ട്. ഒരു പബ്ലിക് പ്രോഗ്രാം ആയതുകൊണ്ടും ആരൊക്കെയാണ് എന്നെ കേൾക്കുന്നത് എന്ന് എനിക്ക് അറിയാത്തത് കൊണ്ടും ചില പരിമിതികൾ വെച്ച് ഞാൻ കൗൺസിലിംഗ് സെഷൻ കൈകാര്യം ചെയ്യുന്നുണ്ട് സാർ. അപ്പൊ എനിക്ക് കുറച്ച് പ്രൊഡക്റ്റീവായിട്ട് വരും ഇത്. ശരി, അതെനിക്ക് മനസ്സിലാകും. ഇപ്പൊ പ്രത്യേകിച്ച് ഞാൻ 18+ എന്ന് പറഞ്ഞു. 18+ എന്ന് ഉദ്ദേശിച്ചത് വേറൊന്നുമല്ല, കുട്ടികളെ വേണ്ട, കുട്ടികൾ കേൾക്കണ്ട എന്ന് വെച്ചിട്ട്. കാരണം പ്രത്യേകിച്ച് ടീനേജുകാരൊക്കെ ഈ പറയുന്ന ടെക്നിക്കുകളെ ഏതെല്ലാം വിധത്തിൽ ഉപയോഗപ്പെടുത്തുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതാണ് പറഞ്ഞത്, ഇരുതല മൂർച്ചയുള്ള വാളാണ്. അതുകൊണ്ട് ഇങ്ങനെ ഒരു സംഗതി ഉണ്ട് എന്നും അതിന് ഇത്രമാത്രം സാധ്യതകൾ ഉണ്ട് എന്നും ഒന്ന് മനസ്സിലാക്കിക്കുക എന്നോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വെബിനാറിൽ. ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അടുത്ത പാർട്ടുകളായിട്ട് മുന്നോട്ട് പോകാം. ചെയ്യണം. പക്ഷെ കൃത്യമായിട്ട് റെസ്പോൺസ് ഉണ്ടാവണം കേട്ടോ, റെസ്പോണ്ട് ചെയ്യണം. ഇനി ഇതുപോലെ തന്നെയുള്ള മറ്റൊന്നാണ് പസിൽ കംപ്ലീഷൻ മെത്തേഡ്. പസിൽ കംപ്ലീഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ, ഒരു വലിയ ടാസ്ക് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വലിയൊരു ടാർഗറ്റ് ഉണ്ടെങ്കിൽ അതിനെ ആദ്യം തന്നെ നമ്മൾ പറയാതെ ചെറിയ ചെറിയ സംഗതികളിലൂടെ കൊണ്ടുവന്നിട്ട് ആ വലുതിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ഇത് ഞാൻ വ്യത്യസ്തമായിട്ടുള്ള മറ്റൊരു വിധത്തിൽ ഞാൻ പറഞ്ഞുതരാം. അതിന് ആ സെൻസിലെടുത്താൽ മതി, നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അതിന് ആ സെൻസിലെടുത്താൽ മതി. പ്രത്യേകിച്ച് ഈ ചില പ്രണയമൊക്കെ ഉണ്ടല്ലോ, റിയൽ പ്രണയമല്ല ഞാൻ പറയുന്നത്. ടൈറ്റിൽ ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് പറയാമോ? സോറി, ഇപ്പൊ പറഞ്ഞ ടൈറ്റിൽ കംപ്ലീഷൻ പസിൽ കംപ്ലീഷൻ മെത്തേഡ്. പസിൽ കംപ്ലീഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറിയ ചെറിയ രൂപങ്ങൾ വെച്ചിട്ട് ചെറിയ ചെറിയ രൂപങ്ങൾ കൂട്ടിച്ചേർത്തിട്ട് വലിയൊരു സംഭവം ഉണ്ടാക്കില്ലേ, അത്രേ ഉള്ളൂ പസിൽ കംപ്ലീഷൻ മെത്തേഡ്. ഈ ചില റിലേഷൻഷിപ്പുകളില്ലേ, റിലേഷൻഷിപ്പുകൾ എന്ന് പറഞ്ഞാൽ മനസ്സിലായി ഞാൻ പറയുന്നത്? ഫസ്റ്റ് ചോദിച്ച ക്വസ്റ്റ്യൻ ഏതാ? റിലേഷൻഷിപ്പിൽ ഇത് മാനിപ്പുലേഷൻ കുറെ കേസുകൾ വരുന്നുണ്ട്. അതെ, റിലേഷൻഷിപ്പിൽ ഇഷ്ടമാതിരി മാനിപ്പുലേഷൻ നടക്കുന്നുണ്ട്. ഇവരിത് പഠിച്ചിട്ടാണ് വരുന്നത്. ഈ മാനിപ്പുലേഷൻസേ ഉള്ളൂ. മാനിപ്പുലേഷൻസിലൂടെയാണ് റിലേഷൻഷിപ്പുകൾ പലതും മുന്നോട്ട് പോകുന്നത്. മാനിപ്പുലേഷനിലൂടെ പോകുമ്പോഴുള്ള പ്രോബ്ലം എന്താന്ന് പറഞ്ഞാല് അതിന് ലൈഫ് ഉണ്ടാവില്ല. ഇതൊരു മുഖം മൂടിയാണല്ലോ. മാനിപ്പുലേഷൻ എന്ന് പറയുന്നത് മുഖം മൂടിയാണ്. ഈ മുഖം മൂടികള് എപ്പോ വേണമെങ്കിലും അഴിഞ്ഞു പോകും. അത് നമുക്ക് ഇങ്ങനെ കൊണ്ടു നടക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല, അഴിഞ്ഞു പോകും. ഈ അഴിഞ്ഞു പോകുമ്പോൾ റിലേഷൻഷിപ്പ് ബ്രേക്ക് ആവും. ഇതാണ് സംഭവിക്കുന്നത്. ശരി, ഇനി ഞാൻ അതിലേക്ക് വരാം. പസിൽ കംപ്ലീഷൻ മെത്തേഡ്. പസിൽ കംപ്ലീഷൻ മെത്തേഡിന്റെ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ രണ്ടുപേര് തമ്മിൽ ഓൺലൈനിൽ പരിചയപ്പെടുന്നു. ഓൺലൈനിൽ വാട്സപ്പിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു പ്ലാറ്റ്ഫോമിലോ പരിചയപ്പെടുന്നു. മെസ്സേജിൽ പരിചയപ്പെടുന്നു എന്ന് കൂട്ടിക്കോളൂ. തമ്മിൽ കാണുന്നില്ല, മെസ്സേജിൽ ചാറ്റിലൂടെ പരിചയപ്പെടുന്നു. അപ്പോഴേക്കും ഫോൺ നമ്പർ ചോദിക്കും. ഫോൺ നമ്പറേ ചോദിക്കുള്ളൂ. നിങ്ങളെ കാണണമെന്നോ ഇന്നടുത്ത് വരണമെന്നോ ഒന്നും പറയുന്നില്ല. ജസ്റ്റ് ഒന്ന് ഫോൺ നമ്പർ തരാമോ എന്ന് പറയും, ഒന്ന് സംസാരിക്കാനാണ്. ഓക്കെ, ഫോൺ നമ്പർ കൊടുത്തു, അവർ തമ്മിൽ സംസാരിച്ചു, കൊള്ളാം. അത് കഴിഞ്ഞിട്ട് ഫോട്ടോ ചോദിക്കും അല്ലേ? ഫോൺ നമ്പർ ചോദിച്ചിട്ട് പിന്നെ കുറച്ച് സംസാരിച്ചിട്ട് അല്ലെങ്കിൽ കുറച്ച് ദിവസം സംസാരിച്ചിട്ട് ഒന്ന് കാണണം, ഫോട്ടോ ചോദിക്കും. ഫോട്ടോ ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ വീഡിയോ കോൾ ആയിരിക്കും അല്ലേ? അതിന്റെ അടുത്ത സ്റ്റെപ്പ് നേരിട്ടൊന്ന് കാണണം. അതിന് കോഫി ഷോപ്പോ മാളോ എന്ത് വേണമെങ്കിലും ആകാം, ഒരു പബ്ലിക് പ്ലേസ്. അത് പിന്നെ അതിന്റെ അടുത്ത ഘട്ടം എന്ന് പറഞ്ഞിട്ട് അതിന്റെ എക്സ്ട്രീം ലെവലിലേക്ക് പോകും. ക്ലിയർ ആവുന്നുണ്ടോ? മനസ്സിലായോ ഞാൻ പറഞ്ഞത്? എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അല്ലെങ്കിൽ എത്ര സമർത്ഥമായിട്ടാണ് ആ പസിൽസ് കംപ്ലീറ്റ് ചെയ്തതെന്ന് മനസ്സിലായോ? ഒന്ന് ആലോചിച്ച് നോക്ക്. ഒരു പക്ഷേ ആദ്യത്തെ കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ ഈ ആത്യന്തികമായിട്ടുള്ള ആവശ്യത്തെ, അതായത് അതിന്റെ ക്ലൈമാക്സിനെ ആണ് പറയുന്നത് എങ്കിൽ ആ ബന്ധം ചിലപ്പോൾ അവിടെ ബ്രേക്ക് ആവും. ശരിയല്ലേ? പക്ഷേ എത്ര തന്ത്രപരമായിട്ട് അവിടെ എത്തിക്കുന്നത്. ഇത് പസിൽ കംപ്ലീഷൻ മെത്തേഡിന് വളരെ ഗംഭീരമായിട്ടുള്ള ഒരു ഉദാഹരണമാണ്, അതിഗംഭീരമായിട്ടുള്ള ഒരു ഉദാഹരണമാണ്. വേറെ എവിടെയും പോണ്ട. ഇനി അതല്ലെങ്കിൽ ഫ്ലൈയിങ് കിസിൽ തുടങ്ങും.
പിന്നെ ബാക്കി അങ്ങോട്ട് പോകും. ഗുഡ് മോർണിംഗ്, ഗുഡ് നൈറ്റ്, ഗുഡ് മോർണിംഗ്, ഗുഡ് നൈറ്റ് തുടങ്ങി അങ്ങനെ ഫുഡ് കഴിച്ചു. യെസ്. അത് കെയറിംഗ് മെത്തേഡാണ്. കെയറിങ്, നേരത്തെ പറഞ്ഞ മാതിരി ഇമോഷൻ ആൻഡ് കെയറിങ്. കെയറിങ് അനുഭവം. സ്വന്തം അനുഭവം തന്നെ എന്താ, ഇവിടെ ഇരുന്ന് എത്രയോ പേരെ കേൾക്കുന്നതല്ലേ. അല്ല, അനുഭവമല്ല, നമ്മളൊരു മുന്നിൽ വരുന്ന കേസുകളൊക്കെ കേൾക്കുമ്പോ നമുക്ക് തന്നെ ചിരി വരുന്നു. അതാ ഞാൻ ഭ്രാന്ത് പറയുന്നത്. പിടിക്കും. കാരണം എന്താന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ കേസുകൾ കേൾക്കുമ്പോൾ ചിരി വരുമെന്ന് പറയുമ്പോൾ അതിന് കാരണം ഞാൻ പറഞ്ഞുതരാം. ചിലപ്പോൾ ആ വ്യക്തിയുടെ പ്രായം, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ അനുഭവ സമ്പത്ത്, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ അക്കാഡമിക് ക്വാളിഫിക്കേഷൻ, ആ വ്യക്തിയുടെ സമൂഹത്തിലുള്ള സ്ഥാനമാനങ്ങൾ, അല്ലെങ്കിൽ ഔദ്യോഗിക പദവി, ഇതൊന്നും വിഷയമല്ല. അതിന്റെ ക്രിമിനൽസ് കാരണം ആണ് ഇതാണ്. ഒപ്പോസ് നിൽക്കുന്നതെന്നുള്ളതാ. അതെ, അതിന്റെ കാരണം ഇതാണ്. ഈ പറയുന്ന മാതിരി ലോക്ക് എത്ര സ്ട്രോങ് ആണെങ്കിലും ശരി, അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള കീ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഓപ്പൺ ആകും. ആ കീ കണ്ടുപിടിക്കണം, അത്രേ ഉള്ളൂ. അതിനാണ് ഈ മാർഗം. ഈ പസിൽ മെത്തേഡേ നമുക്ക് Puzzle പോസിറ്റീവ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുമോ? അതായത് ലൈഫില് ഒരു നല്ല തീർച്ചയായും. കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ഉപയോഗിക്കാം. ഇപ്പൊ ഒരു കുട്ടി, ഇപ്പൊ താങ്കളുടെ കുട്ടിയോട് ഒരു വലിയ ടാസ്ക് കൊടുക്കുകയാണ്. വലിയ ടാസ്ക് എന്ന് പറഞ്ഞാൽ കുട്ടിയെ കൊണ്ട്, ജസ്റ്റ് ആ എക്സാമ്പിൾ ആയിട്ട് മാത്രം എടുത്താൽ മതിയോ കേട്ടോ. കുട്ടിയെ കൊണ്ട് ഒരു നിങ്ങൾക്ക് വീട് വൃത്തിയാക്കിക്കണം, അല്ലെങ്കിൽ അത് പഠിപ്പിക്കണം. അങ്ങനെ കൂട്ടിയാൽ മതി. എന്റെ എക്സാമ്പിൾസ് എത്രമാത്രം ശരിയാവുമെന്ന് എനിക്കറിയില്ല, അതിന് വിവാദങ്ങളാക്കരുത്, ഞാൻ പെട്ടെന്ന് പറയുകയാണ് കേട്ടോ. അപ്പൊ കുട്ടിയോട് പറയണം, മോനെ നീ വീടും പരിസരവും ഒക്കെ ഒന്ന് അടിച്ചു വാരുമെന്ന് പറഞ്ഞാൽ അവനത് ചെയ്യില്ല. അവൻ പറയും എനിക്കറിയില്ല, അല്ലെങ്കിൽ നീ കളിക്കാൻ പോകുന്നത്, നീ കാലുവേദനയാണ്, ഇത് പറയും. അപ്പൊ ഒരു ചെറിയ പോർഷൻ അവനോട് പറയണം, മോനെ നീ അലമാര ഒന്ന് വൃത്തിയാക്ക്, ഈ അലമാര ഒന്ന് വൃത്തിയാക്ക്, അല്ലെങ്കിൽ നിന്റെ ടേബിളിന്റെ ഈ ട്രേ ഒന്ന് വൃത്തിയാക്ക്, അവനോട് പറയുകയാണ്. അവനത് ചെയ്യും. ചെറിയൊരു ടാസ്ക് കൊടുത്തു അവനത് ചെയ്യും. അപ്പൊ ഒരു ട്രേ വൃത്തിയായി കഴിഞ്ഞാൽ അടുത്ത ദിവസം അവനോട് അലമാര വൃത്തിയാക്കാൻ പറയാം, അല്ലെങ്കിൽ അടുത്ത ആഴ്ചയിൽ അവനോട് അലമാര വൃത്തിയാക്കാൻ പറയാം. റൂമിന്റെ ഒരു പോർഷൻ വൃത്തിയാക്കാൻ പറയാം. വേണമെങ്കിൽ നിങ്ങൾക്ക് ഒപ്പം നിൽക്കുകയും ചെയ്യാം. അതുപോലെ ആ ഏരിയ കൂട്ടിക്കൊണ്ടുവരാം, ഗംഭീരമായിട്ട് കൂട്ടിക്കൊണ്ടുവരാം. ഇനി അതല്ലെങ്കിൽ ഒരു വലിയ ഭാഗം പഠിക്കണം. അവനോട് പറയുകയാണ്, ഈ ബുക്ക് മുഴുവൻ വായിക്കുമെന്ന് പറഞ്ഞാൽ, ഒരു ബുക്ക് അവന് വാങ്ങിക്കൊടുത്തിട്ട് പറയുകയാണ്, മോനെ ഇത് മുഴുവൻ വായിക്കുമെന്ന് പറഞ്ഞാൽ അവൻ അതിനെ കൊണ്ടുവയ്ക്കും, വായിച്ചൊന്നും വരില്ല. അവനോട് പറയുക, മോനെ ഒരു കാര്യം ചെയ്യും, രണ്ട് പേജ് വായിക്കുക, അല്ലെങ്കിൽ 2 പാരഗ്രാഫ് വായിക്കുക പറഞ്ഞാൽ അവൻ വായിക്കും. അങ്ങനെ കൂട്ടിക്കൊണ്ടുവരാൻ പറ്റും. എല്ലാ മേഖലയിലും ഗംഭീരമായിട്ട് ഉപയോഗിക്കാം. മനസ്സിലാവുന്നുണ്ടോ? പസിൽ കംപ്ലീഷൻ മെത്തേഡ്. ഇതുപോലെ ധാരാളം മെത്തേഡുകളുണ്ട്. അതുപോലെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി. ഈ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റിയിലുള്ള വ്യക്തികൾ ചെയ്യുന്നത് എല്ലാം ഈ മാനിപ്പുലേഷൻ ടെക്നിക്കുകളാണ്. അവിടെ ഗ്യാസ് ലൈറ്റിംഗ് ഉണ്ട്, അതുപോലെ കുറേ സംഗതികളുണ്ട്. നമുക്ക് അതിലേക്കൊക്കെ വേണമെങ്കിൽ പിന്നാലെ പോകാം കേട്ടോ. ഇന്നല്ല, മറ്റൊരിക്കൽ നമുക്കത് പോകാം. പാർട്ട് ബൈ പാർട്ടായിട്ട് നമുക്ക് കൊണ്ടുവരാം. നാർസിസ്റ്റിക് പേഴ്സണാലിറ്റീനെ ധാരാളം പറയാറുണ്ട്. നാർസിസ്റ്റിക് പേഴ്സണാലിറ്റീൻ്റെ ഒരു സവിശേഷത എന്താണെന്നറിയാമോ? അവർ ഈ വിധത്തിലുള്ള മാനിപ്പുലേഷൻസിലൂടെയാണ് അവരുടെ വിക്ടിമിനെ നിലനിർത്തുന്നത്. ഇനി എന്തൊക്കെ ചെയ്താലും ശരി, വിക്ടിമിന് തല്ല് കിട്ടിയാലും ശരി, അതിന്റെ അപ്പുറത്തേക്ക് പോയാലും ശരി, വിക്ടിം മനസ്സിലാക്കില്ല ഇതൊന്നും. വിക്ടിം അപ്പോഴും വിചാരിക്കും ഇതുപോലൊരു നന്മ മരം വേറെ ഇല്ല എന്ന് വിചാരിക്കും. കാരണം ഈ മാനിപ്പുലേഷൻസാ. ക്ലിയർ ആവുന്നുണ്ടോ? പക്ഷെ ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ ഭംഗിയായിട്ട് അതിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റും. നമ്മൾ ഈ പറഞ്ഞ മാതിരി ഒരു ഉദാഹരണത്തിന് നേരത്തെ പറഞ്ഞു, 4 കാറ്റഗറി ആൾക്കാരെ മാനിപ്പുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു. ഇതുപോലെ ആരെങ്കിലും നിങ്ങളെ മാനിപ്പുലേഷൻ ശ്രമിച്ചാൽ, ആവശ്യമില്ലാതെ ഒരാൾ വന്നിട്ട് നിങ്ങളെ പുകഴ്ത്തുകയാണ്, മാഡം അത് അടിപൊളിയായിട്ടുണ്ട്, മറ്റത് ഉഷാറായിട്ടുണ്ട്, അതോടെ മാഡം ആയതുകൊണ്ടാണ് മാഡം അങ്ങനെ ആയിപ്പോയത്, ഇതൊക്കെ പറയുകയാണെങ്കിൽ ഒന്ന് കരുതിയിരുന്നുകൊള്ളുക, അടുത്ത പണി പിന്നാലെ വരുന്നുണ്ട്. ഭയങ്കര സുന്ദരിയാണ്, നല്ല ഡ്രസ്സ് നന്നായിട്ടുണ്ട്, ഇതെവിടെ നിന്ന് എടുത്തത്? ഞാൻ പിന്നെ അത്രയ്ക്ക് അങ്ങോട്ട് പറയണ്ടെന്ന് വിചാരിച്ചിട്ടാ. അല്ല, ഇവിടെ അനുഭവമുണ്ട് പുള്ളിക്കാരത്തേക്ക്. അനുഭവമൊക്കെ എല്ലാവർക്കും ഉണ്ട്, പക്ഷെ അതാരും പറയില്ല. അത് കുറച്ച് ഗട്സ് ഉള്ള അനുഭവം അതിന് നമ്മളെ ഊരിപ്പോരുന്നു. അനുഭവം ഇപ്പൊ എല്ലാരും പല വിഷയം. ഇതിപ്പോ സർവ്വസാധാരണമാണല്ലോ സാറേ ഇത്. തീർച്ചയായിട്ടും അതിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളതാണ്. അതിനാണ് ഒരു കഴിവ് വേണ്ടത്. നമ്മളോട് ആരും പറയുന്നില്ലല്ലോ എന്നുള്ള വിഷമമാണ്. അയ്യോ വേണ്ട, ആരും നമ്മളോട് പറയുന്നില്ല. അതാന്ന് യൂസ് ചെയ്യുന്നത് രാഷ്ട്രീയക്കാരാണ്. ഏതാ പസിൽ കംപ്ലീഷൻ? പസിൽ കംപ്ലീഷൻ രാഷ്ട്രീയക്കാര് ഗംഭീരമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ പിന്നെ എപ്പോഴും ഏതാ നമുക്ക് മനസ്സിലാവത്തില്ല. ഒരു സമയം കഴിയുമ്പോൾ മാത്രമേ നമുക്ക് മനസ്സിലാവൂ നമ്മൾ അകപ്പെട്ടു പോയി എന്നുള്ളത്. അതെ, കൂടുതലായിട്ടും ചെറിയ പ്രായത്തിൽ വരുന്ന കുട്ടികളെ അതെ, ആ റൂട്ട് പറഞ്ഞു. പോലെയാണ്. അതെ, എക്സാക്ട്ലി. അത് റൂട്ട് എങ്ങനെയാന്ന് പറഞ്ഞാല്,
പ്രത്യേകിച്ച് ഒരു ആദർശവും ഇല്ലാത്ത, പ്രത്യേകിച്ച് ഒരു പൊളിറ്റിക്കൽ ചായവുമില്ലാത്ത ഒരാളെ അവര് ആദ്യം അവരെ മീറ്റിങ്ങിന്റെ അവിടേക്ക്, ഞാൻ അവിടെ പോകുന്നുണ്ട്, നീ അതുവഴി വാ, നമുക്ക് അപ്പുറത്തേക്ക്, ഇത് ഈ മീറ്റിംഗ് കഴിഞ്ഞിട്ട് നമുക്ക് മറ്റേ സ്ഥലത്ത് പോകാം എന്ന് പറഞ്ഞ് കൂട്ടും. മനസ്സിലായോ? എന്നിട്ട് അവിടെ മീറ്റിംഗ് നടക്കും, ഇയാൾ പുറത്ത് നിൽക്കും. അത് കഴിഞ്ഞ് മറ്റൊരു ആവശ്യത്തിന് രണ്ടുപേരും കൂടി പോവുകയും ചെയ്യും. അടുത്ത പ്രാവശ്യം പോകുന്ന സമയത്ത് നീ പുറത്ത് നിൽക്കണ്ട, അകത്ത് കയറിയിരിക്കുക എന്ന് പറഞ്ഞിട്ട് മീറ്റിംഗ് ഹാളിനുള്ളിൽ കയറ്റിയിരുത്തും. ബാക്ക് ബെഞ്ചിൽ വെറുതെ ഇങ്ങനെ ഇരിക്കും. പിന്നെ ബെഞ്ചുകൾ മാറി 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 ഫ്രണ്ടിൽ പോയിരിക്കും. അതുപോലെ തന്നെ പിന്നെ ജാഥയുടെ പിന്നിൽ വെറുതെ ഇങ്ങനെ നടക്കാൻ തുടങ്ങും. പിന്നെ ആ പിന്നിൽ ഏറ്റവും പിന്നിൽ നിൽക്കുന്ന ആള് അടുത്ത ജാഥയ്ക്ക് അടുത്ത സ്റ്റെപ്പ് അടുത്ത സ്റ്റെപ്പ് അടുത്ത സ്റ്റെപ്പ് അടുത്ത സ്റ്റെപ്പിലായി മുന്നോട്ട് വരും. പിന്നെ മുദ്രാവാക്യം മുദ്രാവാക്യം വിളിക്കില്ല, പക്ഷെ ചുണ്ട് മാത്രം അനക്കും, കാറ്റേ വരുള്ളൂ, ഒച്ച വരില്ല. പിന്നെ മെല്ലെ ഒച്ച വരാൻ തുടങ്ങും. പിന്നെ ആകാശത്തൊട്ട് കൈ ഉയർത്താൻ തുടങ്ങും. പിന്നെ അവൻ എറിയടാന്ന് പറയുമ്പോൾ എറിയാൻ തുടങ്ങും, അടിയടാന്ന് പറയുമ്പോൾ അടിയാൻ തുടങ്ങും. പിന്നെ മറ്റു കാര്യങ്ങളൊക്കെ അങ്ങോട്ട് പോകും. പസിൽ കംപ്ലീഷൻ ആണ് പക്ക. അതിക്രമിച്ചു കഴിഞ്ഞാണ് മനസ്സിലായത് എല്ലാം തെറ്റായിരുന്നു. അതെ, അതാണ് സംഭവിക്കുന്നത്. ഇതിനകത്ത് അതേസമയം ആദ്യമേ പറയുകയാണ് അവിടെ ജാഥയുണ്ട്, നീ മുന്നിൽ വന്ന് നിൽക്കണമെന്ന് പറഞ്ഞോ, ഞാനില്ല, എനിക്ക് പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയവും ഇല്ല എന്ന് പറയും. പക്ഷെ നമ്മൾ പോലും അറിയാതെ കൊണ്ട് പെടുത്തിക്കളയും. ഇതാണ് സംഭവിക്കുന്നത്. പസിൽ കംപ്ലീഷൻ മനസ്സിലാവുന്നില്ല. ഇതുപോലെ ധാരാളം ഉദാഹരണങ്ങൾ. നമ്മൾ ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ട്, ഇന്ന് മനസ്സിലാക്കിയ കാര്യങ്ങൾ വെച്ചിട്ട് തന്നെ നിങ്ങൾ ചിന്തിച്ചാൽ ഒത്തിരി മുന്നോട്ട് പോകാൻ പറ്റും. എവിടെയൊക്കെ അങ്ങനെ പെട്ടുപോയിട്ടുണ്ട്, എവിടെയൊക്കെ ആരെയൊക്കെ പെടുത്തിയിട്ടുണ്ട്, ഇതെല്ലാം മനസ്സിലാവും. ചെറിയ സമയത്തിന് പരിമിതി ഉണ്ടോന്ന് അറിയില്ല. ഒരൊറ്റ ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ. പറയൂ. നമ്മളിപ്പം ഒരാൾക്ക് പൈസ കടം കൊടുത്ത്, ആ പൈസ തിരിച്ചു കിട്ടാൻ എന്താ വഴി? അത് പറയുന്നത് പൈസ കടം കൊടുക്കുന്നതിലും ഉണ്ട് പസിൽ കംപ്ലീഷൻ. അതറിയാമോ? ഇല്ല, നമ്മളോട് ചോദിക്കുമ്പോൾ അല്ലല്ല, പൈസ നമ്മളോട് ചോദിക്കുമ്പോ അത് ചെയ്യുന്നത് എന്താന്ന് പറയില്ല. ആദ്യം ഒരു ചെറിയ എമൗണ്ട് വാങ്ങും, ഇല്ലേ? ആദ്യം ഒരു ചെറിയ എമൗണ്ട്, പിന്നെ കുറച്ചുകൂടി വലിയ എമൗണ്ട്, പിന്നെ കുറച്ചുകൂടി വലിയ എമൗണ്ട്, പിന്നെ ഒരു ബൾക്ക് എമൗണ്ട്. തരത്തില്ല പിന്നെ. അല്ല, ഈ ചെറിയ എമൗണ്ട് തരും, ചെറിയ എമൗണ്ട് തരും. അത് പസിൽ കംപ്ലീഷൻ. പിന്നെ കുറച്ചുകൂടി വലിയ എമൗണ്ട് വാങ്ങും, കൃത്യമായിട്ട് തരും. കുറച്ചുകൂടി വലിയ എമൗണ്ട് വാങ്ങും, കൃത്യമായിട്ട് തരും. പിന്നെ ബൾക്ക് എമൗണ്ട് തരില്ല, പിന്നെ വാങ്ങിയിട്ട് തരില്ല. ഇതാ സ്ഥിതി. അവിടെയും ചെയ്യാൻ പറ്റുന്ന ഇത്രയേ ഉള്ളൂ, ചെറിയ എമൗണ്ടുകളായിട്ട് വാങ്ങിയെടുക്കുക. ചെറിയ എമൗണ്ട്. ഇപ്പൊ 1 lakh തരാനുള്ളവനോട് ഒരു 10,000 എനിക്കത് അത്യാവശ്യമാണ്, ഒരു 10,000 തൽക്കാലം തന്നാൽ മതി, ബാക്കി പിന്നെ മതി എന്ന് പറഞ്ഞാൽ അവൻ 10,000 നിങ്ങൾക്ക് തരും. അവൻ വിചാരിക്കുന്നത് എന്താണെന്നറിയാമോ? 10,000 കൊടുത്ത് അത് കഴിഞ്ഞു എന്നാ. അങ്ങനെ 10 വെച്ചിട്ട് നിങ്ങൾക്ക് വാങ്ങിയെടുക്കാം. പസിൽ കംപ്ലീഷൻ. ശരി, 50-50 ആണ് കേട്ടാ. ഏതാ? അല്ല സാറേ, ഈ ഒരു കാരണം കൊണ്ട് നമുക്ക് ആരെങ്കിലും സഹായിക്കണം. നമ്മളും പലരോടും മേടിക്കും, കൃത്യസമയം തിരിച്ചു കൊടുക്കും. നമുക്ക് അത് പറ്റിയില്ലെങ്കിൽ മറ്റൊരാളെ നിന്ന് മേടിച്ചാലും സമയത്ത് കൊടുക്കും. പിന്നെ അവർക്ക് സമയം കിട്ടുമല്ലോ, നമുക്ക് കൊടുക്കാനായിട്ടുള്ള സമയം കിട്ടും. ശരി, പാത്രം അറിഞ്ഞ് ഭിക്ഷ കൊടുക്കണമെന്ന് പറയുന്നില്ലേ? അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ പൈസ കടം കൊടുക്കുന്ന കാര്യം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് മാത്രം നമുക്ക് പറയാൻ 2 മണിക്കൂർ ഒരു സെഷന് വേണ്ടി വരും. അത്രയും വളരെ ഗംഭീരമായിട്ട് അതിൽ നിന്ന് സുരക്ഷിതമായിട്ട് മാറി നിൽക്കാൻ പറ്റും, ഒക്കെ ചെയ്യാൻ പറ്റും. ഈ പറയുന്ന ടെക്നിക്കുകൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതേ ടെക്നിക്കുകൾ തന്നെ നമുക്കും അങ്ങോട്ട് ഉപയോഗിക്കാൻ പറ്റും. അത്രേ ഉള്ളൂ. ശരി, ഈ ടെക്നിക്ക് എന്താ ട്രൈ ചെയ്ത് നോക്കാം. 1 ലക്ഷത്തിനടുത്ത് കിട്ടാനുണ്ട്. ശരി, ചെറിയ എമൗണ്ടുകളായിട്ട് വാങ്ങ. ശരി, മറ്റെന്തെങ്കിലും ഇതുവരെ പറഞ്ഞതിൽ മറ്റെന്തെങ്കിലും? നമുക്ക് പുതിയ വിഷയങ്ങളിലേക്ക് കടക്കാൻ സമയക്കുറവുണ്ട്. മറ്റെന്തെങ്കിലും ഈ പറഞ്ഞ വിഷയങ്ങളിൽ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോയാൽ നന്നായിരുന്നു. ശരി, നമുക്ക് നോക്കാം, തീർച്ചയായിട്ടും നോക്കാം. ഇതുപോലെ ഉള്ള വിഷയങ്ങൾ, മാനിപ്പുലേഷൻ ടെക്നിക്കുകൾ ഉണ്ട്. അതുപോലെ നാർസിസിക് പേഴ്സണാലിറ്റി വേണമെങ്കിൽ നമുക്ക് കുറേ സ്റ്റെപ്പുകളായിട്ട് എടുക്കാം. അതുപോലെ അറിയാൻ ആഗ്രഹിക്കുന്ന വിഷയങ്ങളുണ്ടെങ്കിൽ നമ്മുടെ ഗ്രൂപ്പുകളിലൊന്ന് പറയൂ. ഏതെങ്കിലും ഗ്രൂപ്പുകളിലൊക്കെ ഉണ്ടാവുമല്ലോ നമ്മുടെ ശുഭചിന്ത 5-ാം തീയതി ഉള്ള ക്ലാസ്സിലുണ്ട്, സമൃദ്ധി, ലോ ഓഫ് അട്രാക്ഷൻ. ഓക്കെ. അപ്പോൾ ഒന്ന് സൂചിപ്പിച്ചാൽ മതി, നമുക്ക് അത്തരം വെബിനാറുകൾ ചെയ്യാം കേട്ടോ. യൂട്യൂബിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറേ അധികം വിഷയങ്ങൾ അവിടെ ഉണ്ട്. ഹിപ്നോസിസിന്റെ വളരെ ആഴത്തിലുള്ള വിഷയങ്ങളുണ്ട്. അതുപോലെ പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ വളരെ യുണീക്ക് ആയിട്ടുള്ള ഒരു വിഷയമാണ്. അതിന്റെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ യൂട്യൂബിലുണ്ട്. ഒരു കാര്യം കൂടി ഞാൻ ഇടയ്ക്ക് പറയാം. പാസ്റ്റ് ലൈഫ് റിഗ്രഷന്റെ ഒരു 3 ദിവസത്തെ ലൈവ് ട്രെയിനിങ് തൃശ്ശൂര് ചെയ്യുന്നുണ്ട്. ഈ ജാനുവരിയിലെ 2ാമത്തെ ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ ദിവസങ്ങളിൽ 3 ദിവസത്തെ ട്രെയിനിങ് ആണ്. അപ്പൊ താല്പര്യമുണ്ടെങ്കിൽ കോർഡിനേറ്റർ ഒന്ന് കോൺടാക്ട് ചെയ്യൂ. നിങ്ങൾ ഹിപ്നോസിസ് പഠിച്ചിരിക്കുന്നവരാണെങ്കിൽ ശരി, കോർഡിനേറ്റർ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ. അത് വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടേക്കണേ സാർ. 1-2 പേരോട് കമ്പൈൻ ആയിട്ട് ചെയ്യട്ടെ. ഞാനിപ്പോ സ്ഥലം കൊല്ലമാണ്.
ശരി ശരി. ഞാനൊരു കാര്യം ചെയ്യാം, കോർഡിനേറ്ററുടെ നമ്പർ ഒന്ന് തരാം, ഒന്ന് നോട്ട് ചെയ്തോളൂ, ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. നേരത്തെ ഉള്ള നമ്പറല്ലേ സാർ, അത് നോട്ട് ചെയ്തിട്ടുണ്ട്. 7510164997 7510164997. ഓക്കെ സാർ. ശരി ശരി. പറയൂ, നമ്മൾ ഇന്നത്തെ വിഷയമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ എന്തെങ്കിലും അറിയേണ്ടതുണ്ടോ? അപ്പൊ നമുക്ക് അടുത്ത പാർട്ടുകൾ ചെയ്യാൻ താമസിയാതെ. അതുപോലെ ഒരു കാര്യം കൂടി, എനിക്കറിയാം നിങ്ങളിലെ ഒരുപാട് കഴിവുകളും അറിവുകളും ഒക്കെ അനുഭവങ്ങളും ഒക്കെ ഉള്ള ആളുകൾ ഉണ്ടാകും. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഏതെങ്കിലും വിഷയം ഇതുപോലെ വെബിനാറായിട്ട് ചെയ്യാൻ താല്പര്യമുണ്ട് എങ്കിൽ അത് ഒന്ന് അറിയിച്ചാൽ നമുക്ക് ഇതുപോലെയുള്ള വെബിനാറുകളിൽ അവസരങ്ങൾ തരാം. അറിവുകൾ ഇവിടെ നിന്നാണെങ്കിൽ എല്ലാ സാധ്യതകളിൽ നിന്നും പരമാവധി വരട്ടെ. അപ്പൊ ആർക്കെങ്കിലും അങ്ങനെ ഉണ്ട് എങ്കിൽ, താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് അറിയിക്കും. ഞാൻ എൻ്റെ 9847 ഒന്ന് നോട്ട് ചെയ്തോളൂ, 9847089337 9847089337. അതിലേക്ക് ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി കഴിയുന്നിടത്തോളം. കോള് ഞാൻ എപ്പോഴും അവൈലബിൾ ആയിരിക്കില്ല. എന്തോ ഒരു പ്ലാറ്റ്ഫോം നോക്കിയിരിക്കുകയാണ്. ശരി, താങ്ക് യു. ഏതെങ്കിലും വിഷയങ്ങളിൽ താല്പര്യമുള്ളവരൊന്ന് പറയൂ, നമുക്ക് തീർച്ചയായിട്ടും പ്ലാറ്റ്ഫോം ഉപയോഗിക്കാം. അപ്പോ തൽക്കാലം നമുക്ക് പിരിയാമെന്ന് തോന്നുന്നു. അടുത്ത ആഴ്ച നമുക്ക് പുതിയൊരു വിഷയമായിട്ട് കാണാം കേട്ടോ. കഴിയുമെങ്കിൽ ഇതിന്റെ തന്നെ സെക്കൻഡ് പാർട്ട്, അതല്ലെങ്കിൽ മറ്റൊരു പുതിയ വിഷയമായിട്ട് ചെയ്യാം. അതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും വിഷയം താല്പര്യമുണ്ടെങ്കിൽ, അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ അതെനിക്കൊന്ന് വാട്സപ്പ് ചെയ്താൽ മതി. നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യാം. പിന്നെ ഹിപ്നോസിസിന്റെ ഓൺലൈനോ ഓഫ്ലൈനോ ട്രെയിനിങ്ങുകൾ പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ കോർഡിനേറ്റർ നമ്പറിൽ നിന്ന് കോൺടാക്ട് ചെയ്യൂ. പുറത്തുള്ളവർക്ക് ഓൺലൈൻ ട്രെയിനിങ്ങുകളുണ്ട്, അത് റെക്കോർഡഡ് വീഡിയോകളാണ്. സോ നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച്, നിങ്ങളുടെ സമയത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്കത് വളരെ ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റും, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റും, പ്രാക്ടിക്കൽ അടക്കം ചെയ്യാൻ പറ്റും. ഇനി അതല്ല, കേരളത്തിലുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ലൈവ് പ്രോഗ്രാമുകളിൽ പങ്കെടുക്കാം. ട്രിവാൻഡ്രം, എറണാകുളം, തൃശ്ശൂർ, കോഴിക്കോട്, കോട്ടയം ജില്ലകളിലുണ്ട്, പങ്കെടുക്കാം. താല്പര്യമുള്ളവരൊന്ന് കോർഡിനേറ്റർ അറിയിക്കും കേട്ടോ. ശരി, താങ്ക് യു. ഗുഡ് നൈറ്റ്. ക്ഷമയോടെ കേട്ടുന്നതിന് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് മറ്റൊരു വീഡിയോ താങ്ക് യു. ബൈ. ഗുഡ് നൈറ്റ്. താങ്ക് യു.